രാഘവൻ കള്ളം കുടിച്ച് പാറയുടെ മുകളിലിരിക്കുമ്പോഴാണ് തമ്പിയുടെ ഭാര്യ വൈശാലി അതിലൂടെ നടന്നു പോയത്. അവർ അയാളെ കണ്ടിരുന്നില്ല. രാഘവൻ അവരെ കാണുകയും ചെയ്തിരുന്നു. രാഘവൻ അവരുടെ പിറകിലെ പോയി വാപൊത്തി പിടിച്ചടുത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കുറെ അയാളുടെ കയ്യിൽ കടിച്ചും കുതറിയും നോക്കി. അയാൾ അവളെ ആ പാറയിൽ കിടത്തി. രാഘവൻ അവളുടെ ശരീരത്തിൽ അമർന്നു. അവൾ അയാളെ തള്ളിയും രാഘവൻ അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു. ബ്ലൗസും വലിച്ച് അവളുടെ മാർ നഗ്നമാക്കി. അത് മറക്കാൻ വേണ്ടി അവളെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. അയാൾ ബലമായി അവളുടെ കൈ അവിടെ നിന്നും എടുത്തു മാറ്റി. പക്ഷെ പെട്ടെന്നായിരുന്നു രാഘവൻ അവളിലേക്ക് അമർന്നത്. അങ്ങനെയെല്ലാം കഴിഞ്ഞ് അയാൾ അവളുടെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റു. അവൾ കരഞ്ഞുകൊണ്ട് സാരി ഉടുത്തു അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. രാഘവൻ അവിടെ നിന്നും ഇറങ്ങിയതും കണ്ടത് തമ്പിയെയാണ്. എന്താ രാഘവ ഇവിടെ എന്താ നിനക്ക് പണി? അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വൈശാലി അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അവളെയും കണ്ടതും തമ്പി സംശയപൂർവ്വം അവരെ രണ്ടുപേരെയും നോക്കി. സ്വന്തം ഭർത്താവിന് മുന്നിൽ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു. തമ്പിക്ക് മനസ്സിലായി അവളെ രാഘവൻ ബലമായി ചെയ്യിപ്പിച്ചതാണെന്ന്. നീ എന്താടാ നായി എൻ്റെ ഭാര്യയെ ചെയ്തത്? അതും പറഞ്ഞ് തമ്പി രാഘവന്റെ കഴുത്തിൽ പിടിച്ചു. വല്ലാതെ എൻ്റെ നേരെ നിന്റെ കൈ പൊന്തണ്ട, ഇത് ഒന്ന് കണ്ടു നോക്ക്. അതും പറഞ്ഞ് രാഘവൻ അയാളുടെ ഫോൺ തമ്പിക്ക് കാണിച്ചു കൊടുത്തു. തൻ്റെ പെണ്ണിൻ്റെ നഗ്നത ഉള്ള വീഡിയോ. അത് കണ്ടതും തമ്പി ഞെട്ടിത്തരിച്ചു നിന്നു. ഞാനാണിത് ചെയ്തതെന്ന് ആരെങ്കിലും അറിഞ്ഞ, ഞാൻ പുറത്തുണ്ട് എന്ന് ആരെങ്കിലും അറിയിച്ച നിന്റെ പെണ്ണിൻ്റെ ഈ വീഡിയോ ഞാൻ പുറത്തു വിടും. അപ്പോൾ ആലോചിച്ച് നോക്ക് എന്താ ഉണ്ടാകുക എന്ന്. അതുകൂടെ കണ്ടതും തമ്പിയുടെ കൈ രാഘവന്റെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു. വേണ്ട പ്ലീസ്, അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഞാൻ ആരോടും പറയില്ല. ഈ വീഡിയോ ഒഴിവാക്കണം. തമ്പി രാഘവന്റെ കാലിൽ പിടിച്ചു പറഞ്ഞു. അത് ഞാൻ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ നീ ആരോടെങ്കിലും പറഞ്ഞാലോ? ഇല്ല, ഞാൻ പറയില്ല. അതൊഴിവാക്ക്. ഇല്ലട നായേ. അതും പറഞ്ഞ് രാഘവൻ തമ്പിയെ കാലുകൊണ്ട് തട്ടി അവിടെ നിന്നും പോയി. ഏട്ടാ എന്ന് വിളിച്ച് വൈശാലി തമ്പിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സാരമില്ല, നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. അതും പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. വൈശാലി തമ്പിയുടെ തോളിൽ കിടന്ന് കരഞ്ഞു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്താണ് തെറ്റ്. അവനെ കൂടെ കൂട്ടിയത്. അവനെ കണ്ടതാണ് എല്ലാത്തിനും പ്രശ്നം. ആരറിഞ്ഞു അവനാരും അറിയാതെ ജയിലിൽ നിന്നും വന്നതാണെന്ന്? അച്ഛേ, അമ്മേ. അതും പറഞ്ഞ് അവരുടെ മകൾ സ്കൂളിൽ നിന്നും വന്നു. മകൾ വരുന്നുണ്ട്, ഇനി കരയല്ലേ, ആ മുഖന്ന് കഴുകി വാ, അവർ ആരും അറിയണ്ട. തമ്പി അങ്ങനെ പറഞ്ഞതും വൈശാലി ബാത്റൂമിലേക്ക് പോയി. അമ്മേ, ഇന്ന് നേരത്തെ പോകണം, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ശരി മോളെ. അവൾ വീട്ടിൽ കള്ളം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ തന്നെ അവൾ ഗൂഗിളിന് മെസ്സേജ് അയച്ചു, ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന്. അപ്പോൾ തന്നെ മറുപടി വന്നു, നീ കോളേജ് ഗേറ്റ് കാത്ത് നിന്നാൽ മതി, ഞാൻ അവിടെ വരും. ഓക്കെ. അത് പറഞ്ഞവൾ കോളേജിലേക്ക് ബസ് കയറി. അവൾ അവിടെ എത്തിയപ്പോൾ വീണ്ടും അവന് മെസ്സേജ് അയച്ചു, നീ കുറച്ച് മാറി നിൽക്ക്, എന്നിട്ട് ഞാൻ അവിടേക്ക് വരാം. അതും പറഞ്ഞ് ഹൃതിക കോളേജിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറം മാറി നിന്നു. ഗോകുൽ അവിടേക്ക് വന്നു. അവൾ കാറിൽ കയറി പോകുന്നത് ഗായത്രി കണ്ടു. ഗായത്രി കോളേജിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കാണുന്നത് ഹൃതിക ഒരു കാറിൽ കയറി പോകുന്നതാണ്. ഈശ്വര, അത് ഋതുവല്ലേ? അവൾ സംശയപൂർവ്വം നോക്കി. ഫോണെടുത്ത് ലച്ചുവിനെ വിളിച്ചു. ഈ പെണ്ണ് ആരുടെ കൂടെയാണോ പോകുന്നത്? അയാൾ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ലച്ചു അടുക്കളയിൽ തിരക്കുള്ള സമയത്താണ് അവളുടെ വീട്ടിലെ ഫോൺ അടിച്ചത്. അവൾ ഫോൺ എടുക്കാൻ പോയതും അപ്പോഴേക്കും ഊർമിള ഫോൺ എടുത്തു. ഹലോ, ആരാ? എടി ലക്ഷ്മി, ഇത് ഞാനാണ്, ഗായു. നീ എന്തോന്നും മിണ്ടാത്തത്? അവൾ ആളറിയാതെ ഹൃതികയുടെ കാര്യം പറഞ്ഞു. നിർത്തടി, എൻ്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവൾ അങ്ങനെയൊന്നും നടക്കുന്നവളല്ല കേട്ടോ. ഫോൺ വെച്ചിട്ട് പോടി. അത് പറഞ്ഞു വെക്കാൻ നേരം പിന്നെ ഒരു കാര്യം കൂടെ, ഇനി എങ്ങോട്ട് വിളിക്കണമെന്നില്ല. 2 ദിവസം കഴിഞ്ഞ് അവളെ വിവാഹമാണ്. ഞാനൊന്നും പറയാൻ വരുന്നില്ല, മകളെ സ്വഭാവത്തിന് നിങ്ങൾ അനുഭവിച്ചോളും. അത് പറഞ്ഞവൾ ഫോൺ വെച്ചു. അവൾ പറഞ്ഞ ദേഷ്യത്തിൽ ഊർമിള അവളുടെ മുടിയിൽ പിടിച്ച് ചുമരിൽ കുത്തിച്ചു. ലക്ഷ്മിയുടെ നെറ്റി പൊട്ടി ചോര വന്നു. എൻ്റെ മകളെ പറ്റി ആരെന്ത് പറഞ്ഞാലും അതിന് നീ അനുഭവിക്കും, നോക്കിക്കോ. പിന്നെ ഓർത്തോ, നാളെ കഴിഞ്ഞ മറ്റന്നാളാണ് നിന്റെ വിവാഹം. അത് പറഞ്ഞവർ അവിടെ നിന്ന് പോയി. ലച്ചു നെറ്റിയിലെ മുറിവിൽ അവളുടെ ഷോൾ കൊണ്ട് കെട്ടി റൂമിലേക്ക് പോയി കിടന്ന് കുറെ കരഞ്ഞു. ചേച്ചി, ലച്ചു ചേച്ചി. അവൻ സ്കൂളിൽ നിന്നും വന്നതും അവൻ്റെ ചേച്ചിയാണ് വിളിച്ച് അവൻ അടുക്കളയിലേക്ക് പോയി. ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. അവൻ അവിടെ നിന്ന് എല്ലായിടത്തും അവളെ തിരഞ്ഞു. അവസാനം അവൻ ചേച്ചിയുടെ റൂമിലെത്തി. അവൻ അവിടെ ചെന്നതും തല താഴ്ത്തിയിരിക്കുന്ന തൻ്റെ ചേച്ചിയാണ് കണ്ടത്. ലച്ചു ചേച്ചി, ദേ നോക്കിയേ. അത് പറഞ്ഞ് അവൻ അവളുടെ തല പിടിച്ച് പൊന്തിച്ചു നോക്കി. അവളെ കണ്ടതും അവൻ ഞെട്ടി പിറകിലേക്ക് പോയി. അമ്മേ എന്ന് വിളിച്ച് നാദ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു.
അവൻ വിയർത്തുളിക്കുന്നുണ്ടായിരുന്നു. ബെഡിൻ്റെ അടുത്തുള്ള ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. നാഥ്, എന്തു പറ്റിയിടാ? ഹരി അവൻ്റെ നിലവിളി കേട്ട് അവിടെ ഓടി വന്നു. അവനോട് ചോദിച്ചു, ഡാ ഹരി, ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു. എന്തൊക്കെയോ നടക്കാൻ പോകുന്നത് പോലെ. ഞാൻ നാട്ടിലേക്ക് പോയാലൊന്ന് ചിന്തിക്കുകയാ. നീ പേടിക്കാതെ, ആർക്കൊന്നും പറ്റില്ല. ഹരി അവനെ സമാധാനപ്പെടുത്താൻ പറഞ്ഞു. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. അവിടെ എത്തിയാൽ ഈ സമാധാനം ഉണ്ടാകൂ. എനിക്ക് നാളെ തന്നെ പോകണം. ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പോരേ? ഇല്ലടാ, മുന്നും പിന്നും നോക്കാനില്ല. പോവണം, നാളെ തന്നെ. നാഥ് അവൻ്റെ ബനിയനിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, നീ ടെൻഷൻ ആവാതെ. നാളത്തേക്കൊരു ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാം. നീ ഇപ്പോൾ കിടക്കാൻ നോക്ക്. അത് പറഞ്ഞ് നാഥ് അവിടെ കിടന്നു. ഹരിയും അവൻ്റെ ഒപ്പം കിടന്നു. ഹരി ഉറങ്ങിയിട്ടും നാഥിന് ഉറക്കം വന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കണ്ണുകളടച്ചു. രാവിലെ ഹരി ഉണർന്നപ്പോൾ നാഥ് നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി. ഫ്രഷായി അവൻ ജോഗിങ്ങിന് പോവാൻ റെഡിയായി ഇറങ്ങിയതും അപ്പോൾ തന്നെ നാഥും ഇറങ്ങി. അവർ രണ്ടുപേരും ജോഗിങ്ങിന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തിരിച്ചു വന്നു. നാഥ് അവൻ്റെ റൂമിലേക്കും ഹരി അവൻ്റെ റൂമിലേക്കും പോയി. നാഥ് ഫ്രഷായി വെള്ള ഷർട്ടും അതിൻ്റെ പുറത്ത് ബ്ലാക്ക് കളർ കോട്ടും ബ്ലാക്ക് കളർ പാൻറ്റും ധരിച്ചു. മുടി ജെല്ല് കൊണ്ട് ഒതുക്കി അവൻ ഹരിയുടെ റൂമിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവൻ ഫ്രഷാവാൻ തുടങ്ങിയിട്ടുള്ളൂ. ഡാ ഹരി, റെഡിയായില്ലേ? ഇല്ലടാ, ഞാൻ വരാം, നീ പൊയ്ക്കോ. അത് പറഞ്ഞവൻ പോവാൻ തിരിഞ്ഞതും അപ്പോഴാണ് നാഥിൻ്റെ ഫോൺ അടിച്ചത്. ഹലോ, ആരാ? നിനക്കെന്നെ അറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരെയും നല്ലതുപോലെ അറിയാം. നിന്നെ മുത്തശ്ശൻ ഈശ്വരനാഥ് വർമ്മ എന്നെ നന്നായി അറിയും. എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോന്നും ഞാൻ കൈകളിലാക്കും. ഞാൻ നശിപ്പിക്കും. നീ ഉണ്ടാക്കിയ സാമ്രാജ്യം ഞാൻ നേടിയെടുക്കും. നോക്കിക്കോ. നിന്റെ അച്ഛനെയും അമ്മയുടെയും മരണം ആത്മഹത്യയല്ല. നീ ഓർത്തോ, എന്നെ അന്വേഷിച്ച് എൻ്റെ പിന്നാലെ വരരുത്. എന്നെ നിന്റെ കയ്യിൽ കിട്ടില്ല. ഭൈരവനാഥ് വർമ്മ. അയാൾ പൊട്ടിച്ചിരിച്ചു. ഡാ നായേ, എന്ത് ധൈര്യത്തിലാണ് നീ പറയുന്നത്? ചൂടാവാതെ. നിന്റെ ദേഷ്യം അതെനിക്കറിയാം. അതെൻ്റെ അടുത്തെടുക്കരുത്. നിനക്ക് നല്ലതിനാവില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ അനിയന്മാർക്കും. അവർ അറിഞ്ഞാൽ പിന്നെ അനിയന്മാരിൽ ഒരാളെ ഞാൻ എടുക്കും. നോക്കിക്കോ. അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഡാ എന്ന് വിളിക്കുമ്പോഴേക്കും അയാൾ വെച്ചു. അപ്പോഴാണ് ഹരി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത്. എന്താ നാഥ്, നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നാഥ് ഹരി ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ അവൻ അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി. ഡാ നാഥ്, അവിടെ നിൽക്ക്. നീ എങ്ങോട്ടാ പോകുന്നത്? നാഥ് അവൻ്റെ റൂമിലേക്ക് പോയി കുറേ നേരം അതിൻ്റെ ഉള്ളിലിരുന്നു. അവൻ അവിടെ നിന്ന് വേഗത്തിൽ റൂമിൽ നിന്നും ഇറങ്ങി കാറിൽ കയറിപ്പോയി. നാഥ്, അവിടെ നിൽക്കാൻ, ഞാനുണ്ട്. ഹരി പറഞ്ഞതൊന്നും കേൾക്കാതെ നാഥ് കാറെടുത്ത് പാഞ്ഞു. ഇവനിത് എവിടേക്കാ പോകുന്നത് എന്ന് പറഞ്ഞ് ഹരിയും അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പോഴേക്കും നാഥ് അവിടെ നിന്ന് പോയിരുന്നു. ചേച്ചി പെണ്ണെ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വാ, എനിക്ക് വല്ലതും താ. അവൻ അങ്ങനെ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവളെ തലപൊക്കി നോക്കി. അവനത് കണ്ടതും ഞെട്ടിത്തരിച്ചു. ഈശ്വര, ദേ നെറ്റിയിൽ നിന്നും ചോര വരുന്നു. മരുന്ന് വെച്ചില്ലേ? വാ ചേച്ചി പെണ്ണെ, ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടപ്പൂ. അമ്മേ എന്ന് വിളിച്ചവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ ഊർമിള ഫോണിലായിരുന്നു. എന്താ ഏട്ടാ വിളിച്ചത്? നാളെ തന്നെ നമുക്ക് അവരുടെ വിവാഹം നടത്താം. അതല്ലേ നല്ലത് ഊർമിളെ? നിന്റെ അഭിപ്രായം എന്താ? അങ്ങനെ മതി ഏട്ടാ, എത്രയും പെട്ടെന്ന് നടത്തുന്നേ അത്രയും നല്ലത്. അവളുണ്ടായ ഹൃദയയുടെ വിവാഹം നടക്കില്ല. അതുകൊണ്ട് അവളെ അവന് വിവാഹം കഴിച്ച് അവളുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ എഴുതി വാങ്ങി അവൻ അവളെ കൊല്ലുകയോ വളർത്തുകയോ ചെയ്തോട്ടെ. അവൻക്ക് വേണമെങ്കിൽ അവളെ വിറ്റ് ക്യാഷും ഉണ്ടാക്കാലോ. അതും പറഞ്ഞ് ഊർമിള ചിരിച്ചു. ഓക്കെ ഊർമി, ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഓക്കെ, ഞാനും നാളത്തേക്കുള്ളത് നോക്കട്ടെ. ഇതൊക്കെ കേട്ട് അപ്പുവിന് കരച്ചിൽ വന്നു. അവൻ അമ്മയോട് ദേഷ്യം തോന്നി. തൻ്റെ ചേച്ചി പെണ്ണിനെ ഓർത്ത് അവൻക്ക് സങ്കടം തോന്നി. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. ആരും അറിയാതെ അവൻ വീട്ടിലെ ഫോണിൽ നിന്നും ഗായത്രിക്ക് വിളിച്ചു. അവൾ അവൻ്റെ കാറിൽ കയറി. എവിടേക്കാ പോകുന്നത് ഗോകുലേട്ടാ? വാ, എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഹോട്ടൽ സ്കൈലാൻഡിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവളൊന്ന് മൂളി. അവർ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഗോകുൽ ആദ്യം തന്നെ റൂം ബുക്ക് ചെയ്തിരുന്നു. അവർ റിസപ്ഷനിൽ പോയി റൂമിൻ്റെ കീ വാങ്ങി. റൂം പോയി അവർക്കുള്ള റൂം കാണിച്ചു. നീ ഇവിടെ ഇരിക്ക്, കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഓക്കെ. അത് പറഞ്ഞ് ഗോകുൽ 2 അവക്കാഡോ ജ്യൂസ് ഓർഡർ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്കുള്ള ജ്യൂസ് വന്നു. ഗോകുലേട്ടാ, എവിടെ ചേട്ടൻ്റെ ഫ്രണ്ട്? എപ്പോഴാണ് വരിക? കോളേജ് വിടുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ പോകണം. അവനെപ്പോൾ വരുമെന്ന് പറഞ്ഞു. അതോർത്ത് നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ എത്തിച്ചിരിക്കും. എന്ന് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോയി. ആ സമയത്ത് അവൻ അവളുടെ ജ്യൂസിൽ ഉറക്കു ഗുളിക ചേർത്തു. അവൾ ബാത്റൂമിൽ നിന്ന് വന്നതും ഇത് കുടിക്ക്.
അവൾ അത് സന്തോഷത്തോടെ വാങ്ങി കുടിച്ചു. കുറച്ചു കഴിഞ്ഞതും അവൾക്ക് തലക്ക് ഭാരം പോലെ തോന്നി. അവൾ ബെഡിൽ കിടന്നു. അവൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. നിന്നെ ഞാൻ സ്വന്തമാക്കും. അതും പറഞ്ഞവൻ അവൻ്റെ ഷർട്ട് ഊരി മാറ്റി, അവളുടെ സാരിയും മാറ്റി നഗ്നയാക്കി. അവൻ അവളുടെ ശരീരം അവൻ്റെ ഫോണിലേക്കാക്കി. അവൻ്റെ ഫോണിൽ ക്യാമറ സെറ്റ് ചെയ്ത് ആരും കാണാത്ത പോലെ ബെഡിൻ്റെ അടുത്തുള്ള ഫ്ലവർ വേസിൻ്റെ ഉള്ളിൽ വെച്ചു. അവൻ അവളുടെ ശരീരത്തിൽ അവൻ്റെ വികാരങ്ങൾ തീർത്തു. അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് ബെഡിലേക്ക് മറിഞ്ഞു. അവൻ കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹൃതിക കണ്ണുകൾ തുറന്നു. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ തലയ്ക്ക് ഭാരം പോലെ തോന്നി. അവൾക്ക് സംശയം തോന്നി. അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ അത് കണ്ട് അവൾ ഞെട്ടിപ്പോയിരുന്നു. ഹലോ ലച്ചു, പറ. ലച്ചു ചേച്ചിയല്ല, ഞാൻ അപ്പുവാണ്. എന്താ അപ്പു നീ കരയുന്നത്? നിനക്ക് എന്തു പറ്റി? ലക്ഷ്മി എവിടെ? അവൻ കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞതും നാളെ നടത്താൻ പോകുന്ന അവരുടെ വിവാഹത്തെക്കുറിച്ചും അവൻ ഗായുവിനോട് പറഞ്ഞു. നീ വിഷമിക്കാതെ, നമുക്ക് അവൾ അവിടെ നിന്നും എൻ്റെ ഒരു ഫ്രണ്ട് മുംബൈയിലുണ്ട്, അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം. നീ പേടിക്കാതെ, ഞാൻ രാത്രി അവിടേക്ക് വരാം. അതും പറഞ്ഞ് ഗായു ഫോൺ വെച്ചു. ചേച്ചി എന്ന് പറഞ്ഞ് അപ്പു അവളുടെ അടുത്തേക്ക് പോയി. ഹൃതികയ്ക്ക് കണ്ണുകൾ തുറക്കാൻ ബുദ്ധിമുട്ട് തോന്നി. 2 കൈകളും തലയിൽ പിടിച്ച് അവൾ കണ്ണുകൾ തുറന്നു. അവൾ അടുത്ത് കിടക്കുന്ന ഗോകുലിനെയും അവളെയും മാറി മാറി നോക്കി. പെട്ടെന്നാണ് അവൾ അലറി വിളിച്ചത്. ആ ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് കരഞ്ഞിരിക്കുന്ന ഹൃതികയാ. ഇടാ ദുഷ്ട, നീ എന്നെ! അതും പറഞ്ഞവൾ അവൻ്റെ കോളറിൽ പിടിച്ചു. നീ സമ്മതിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നിട്ടിപ്പോൾ തെറ്റെൻ്റെ ഭാഗത്തെന്നാണ് നീ പറയുന്നത്? ഞാൻ സമ്മതിച്ചു എന്നോ? എനിക്കൊന്നും ഓർമ്മയില്ല. അതും പറഞ്ഞവൾ തലക്കൈ കൊണ്ട് അമർത്തി പിടിച്ചു. നിനക്കെന്നെ ഇഷ്ടമല്ലേ? അതാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. നിനക്കിഷ്ടമായില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അതും പറഞ്ഞവൻ അവിടെ നിന്ന് പോവാൻ നിന്നതും. അയ്യോ ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് പറഞ്ഞവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ നിന്റെ കണ്ടത് നിനക്ക് ഇഷ്ടമായില്ലല്ലേ? അയ്യോ ഏട്ടാ, അങ്ങനെ പറയല്ലേ. എനിക്ക് ഗോകുലേട്ടനെ ഇഷ്ടമല്ലേ? അതിൽ ഞാനൊന്നും പറയാത്തത്. നമുക്കൊന്നുകൂടെ എനിക്ക് കാണണം. അവൾ മടിച്ചു പറഞ്ഞതും അവൾ കൈ പിടിച്ചു വലിച്ചു. അവൻ അവളുടെ നഗ്നമേനയിൽ അമർന്നു. അവൾക്ക് വികാരങ്ങൾ പുറത്തേക്ക് വന്നു. സ്പീഡിൽ കാർ ഓടിച്ചു പോകുമ്പോഴും അവൻ്റെ കാതുകളിൽ അയാൾ പറഞ്ഞ വാക്കുകളായിരുന്നു. നിന്റെ അച്ഛനെയും അമ്മയുടെയും മരണം ആത്മഹത്യയല്ല, അവരെ കൊന്നതാണ്. ആ വാക്കുകൾ അവൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. അത് കേൾക്കുന്തോറും അവനിൽ ദേഷ്യം നിറഞ്ഞു. ഇല്ല, സത്യമല്ല, ഞാൻ കേട്ടതൊന്നും സത്യമല്ല. നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും. അവൻ പരിസരം മറന്ന് ആർത്ത് വിളിച്ചു. എല്ലാവരും അവനെ ശ്രദ്ധിച്ചു നിന്നു. എന്താ, എന്തു പറ്റി? അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അവൻ അയാളോട് ചൂടായി. വെയിറ്റർ, ഒരു ഡ്രിങ്ക്. വെയിറ്റർ അയാൾക്ക് അത് കൊടുത്തതും അയാൾ അത് അവൻ്റെ നേരെ നീട്ടി. ഇത് നിന്റെ കുടിക്ക്, എല്ലാ വിഷമവും മാറും. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനക്ക് നേരെ നീട്ടി. അവനത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. അവനറിഞ്ഞില്ല അത് അവനുള്ള ചതിയാണ്. നാദ് അവിടെ നിന്നും ആരോടും പറയാതെ പോയി. അവൻ കാറിൽ കയറി പോയതും അയാൾ ഫോൺ എടുത്ത് വിളിച്ചു. സർ, ഓക്കെയാണ്, കുറച്ച് കഴിഞ്ഞാൽ മയങ്ങും. ഓക്കെ, ഇനി അടുത്തത്. ലച്ചു മോളെ. ആരാ വിളിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി വാതിൽ തുറന്നതും അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും ലക്ഷ്മി ഞെട്ടി. എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത്? ഇത് ഞാൻ തന്നെയാ, നിന്റെ ചെറിയമ്മ. അവൾ വിശ്വാസം വരാതെ അവരെ തന്നെ നോക്കി നിന്നു. നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ വിശ്വാസം വരാതെ അവരെ തന്നെ നോക്കി നിന്നു. വാ മോളെ, കഴിക്കാൻ. അവൾ അവരുടെ പുറകെ അവിടെ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണു തള്ളി. വാ മോളെ. അവർ അവളെ വിളിച്ച് ലച്ചുവിൻ ടേബിളിൽ ഇരുത്തി. മോൾക്ക് വേണ്ടതൊക്കെ എടുത്ത് കഴിക്ക്. അവളൊന്നും എടുക്കാതെ അതിൽ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എന്തിനാ മോളെ കരയുന്നത്? മോളെ ഞാൻ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഈ ചെറിയമ്മയോട് പൊറുക്കണം. അത് പറഞ്ഞവർ അവളുടെ തലയിൽ തലോടി. അവൾക്ക് അവർ തന്നെ ഓരോന്നെടുത്ത് കൊടുത്തു. അവൾ അത് കഴിക്കാൻ തുടങ്ങി. അവൾ കഴിക്കുന്നത് മതിയാക്കി. നിർത്തിയോ? ഇനിയും കഴിക്ക്. അതും പറഞ്ഞവർ അവൾക്ക് ഇട്ടുകൊടുത്തു. വേണ്ട ചെറിയമ്മേ, മതി. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വയറു നിറഞ്ഞു. അവൾ പ്ലേറ്റ് എടുത്ത് പോവാൻ നിന്നതും അത് അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം, നീ പോയി കിടന്നു. അല്ല ചെറിയമ്മേ, ഹൃതിക എവിടെ? അവളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതാണ്, കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞു. അവൾ അതിനൊന്ന് മൂളി അവിടെ നിന്നും പോയി. ഇതൊക്കെ കണ്ട അപ്പുവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ലച്ചു റൂമിലേക്ക് പോയപ്പോൾ അവൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. എന്തിനാ അമ്മേ ആ പാവത്തിനെ എങ്ങനെ പറ്റിക്കുന്നത്? അതിനറിയില്ലല്ലോ നാളെ കല്യാണമാണെന്ന്. ഇന്ന് നീ അവളോട് പറഞ്ഞാ ഉണ്ടല്ലോ, മകനാണെന്ന് നോക്കില്ല, കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. അവൻ അവിടെ നിന്നും പോയി. നിങ്ങളുടെ പ്ലാൻ നടക്കില്ല അമ്മേ, ഞാൻ സമ്മതിക്കില്ല.
അപ്പു മനസ്സിൽ വിചാരിച്ചു. ഗോകുലേട്ട മതി, ഇനി ഞാൻ പോവട്ടെ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. പോവല്ല ഋതു, എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതി തീർന്നില്ല. അമ്മയോട് പറഞ്ഞില്ലേ നീ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന്? അയ്യോ വിട്, ഞാൻ പോവട്ടെ, അതൊക്കെ പറഞ്ഞു. എന്നാലും അതും പറഞ്ഞ് അവളെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൾ ഫ്രഷായി വന്നതും അവൾ അവൻ്റെ ബാഗിൽ നിന്നൊരു ബോക്സ് എടുത്തു കൊണ്ടുവന്ന് അവൻ അവളുടെ അടുത്തേക്ക് പോയി. ആ ബോക്സിൽ നിന്നും ഒരു ചെയിൻ എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. എനിക്കാണോ ഇത്? ഇതെൻ്റെ പെണ്ണിന്. അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ട് കവർന്നു. ഞാൻ ഫ്രഷായിട്ട് വരാം, എന്നിട്ട് പോവാം. ഓക്കെ. അങ്ങനെ അവനും ഫ്രഷായി വന്നു. അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി. അവൻ കാറിൽ കയറിയപ്പോൾ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവൻ കണ്ണുകൾ കൈകൊണ്ട് തുടച്ചു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ്റെ കാറ് മരത്തിലിടിച്ചു. അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ പുറകെ ആളുള്ളത്. അയാൾ അവനെ അതിൽ നിന്നും എടുത്ത് അയാളുടെ കാറിൽ കയറ്റി ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് അയാൾ ഫോണെടുത്ത് ഒരു നമ്പറിൽ ഡയൽ ചെയ്തു. ബോസ്, എല്ലാം റെഡി. നാഥ്, നിന്റെ അഭിമാനം അവസാനിച്ചു. കോളിംഗ് ബെൽ അടി കേട്ട് ഊർമിള വാതിൽ പോയി തുറന്നു. ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ല, എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല, ഞാൻ ഇങ്ങോട്ട് പോന്നു. ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഓക്കെ, ഞാൻ ഉറങ്ങട്ടെ. അതും പറഞ്ഞ് ഋതു അവിടെ നിന്നും പോയി. എല്ലാവരും കിടന്ന് മനസ്സിലായതും അപ്പു മുന്നിലെ വാതിൽ തുറന്നു ഗായുവിനെ അകത്തേക്ക് കയറ്റി. വാ ചേച്ചി, എവിടെ ലച്ചുവിൻ്റെ റൂം? വാ, കാണിച്ചു തരാം. ഇതും പറഞ്ഞ് രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ അവളുടെ റൂമിലേക്ക് പോയി. ചേച്ചി, വാതിൽ തുറക്ക്. ലച്ചു പുറത്തുനിന്ന് വിളികേട്ട് കൊണ്ട് ഉറക്കച്ചടവോടെ കണ്ണുകൾ തുറന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ ആകെ ഞെട്ടിപ്പോയിരുന്നു. നീ എന്താ ഇവിടെ? അതും പറഞ്ഞ ലച്ചു അവളുടെ കൈപിടിച്ച് റൂമിലേക്ക് കയറ്റി. നീ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറരുത്. അപ്പു, നീയാണോ ഇവളെ അകത്ത് കയറ്റിയത്? അതെ ലച്ചു, നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. നീ എന്തൊക്കെയാ ഗായു പറഞ്ഞത്? അത് നീ ഇവിടെ നിന്നും പോവണം. ഞാനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടുണ്ട് മുംബൈയിൽ, അവളുടെ അടുത്തേക്ക്. നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അവൾ അപ്പു പറഞ്ഞതൊക്കെ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇന്ന് ചെറിയമ്മ എന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറിയത്. എനിക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ അവരുടെ അഭിനയമാണ് മോളെ. നീ അതിൽ വിശ്വസിച്ചോ? നിനക്ക് അവരുടെ സ്വഭാവം ഇതുവരെ മനസ്സിലായില്ലേ? പറഞ്ഞൊന്ന് കേൾക്ക്. അതെ ചേച്ചി, അമ്മ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്, അല്ലെങ്കിൽ ചേച്ചിയുടെ ജീവൻ ഇല്ലാതാകും. പോകണോ അവർക്കിപ്പോൾ എന്നോട്? അത് പറഞ്ഞ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നീ അതും വിശ്വസിച്ചിരുന്നോ? അത് പറഞ്ഞ് ഗായു അവളോട് ചൂടായി. ചേച്ചി, ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അപ്പു ലച്ചുവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു. ഓക്കെ, ഞാൻ പോയിക്കോളാം. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലയെന്നറിഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും ആരും കാണാതെ ഇറങ്ങി. അവർ രണ്ടുപേരും അവളെ ബസ്സിൽ കയറ്റി. ഇത് വെച്ചോ, ഇതാണ് അവളുടെ അഡ്രസ്സ്. ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചോ, കുറച്ച് പൈസയുണ്ട്, ആവശ്യമുണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. അവൾ താല്പര്യമില്ലാതെ മൂളി. അതും പറഞ്ഞവർ അവളെ ബസ്സിൽ കയറ്റി. അവളുടെ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ അവിടെ നിന്നും പോയി. ബസ്സിൽ കയറിയിട്ടും അവൾക്ക് സമാധാനമില്ലായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് പോലും അറിയാതെ അവൾ സീറ്റിൽ കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോഴാണ് മോൾ എവിടേക്കാണ് പോകുന്നത്? അവളെ അടുത്തിരുന്ന ഒരു സ്ത്രീ അവളോട് ചോദിച്ചു. മുംബൈ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ അവളുടെ വീട്ടിലേക്കാണ്. അമ്മ എവിടെയാണ് പോകുന്നത്? ഞാൻ എൻ്റെ മകനും ഭാര്യയും മുംബൈയിലാണ് താമസിക്കുന്നത്. നാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പോഴാണ് മകൻ പറഞ്ഞത് അവരുടെ അടുത്തേക്ക് വരാൻ. ഞാൻ ആദ്യമായിട്ട് അവിടേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതാണ് അഡ്രസ്സ്. അതും പറഞ്ഞ ആ സ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു പേപ്പർ അവൾക്ക് നേരെ നീട്ടി. ഞാനും അവിടേക്ക് തന്നെയാണ് പോകുന്നത്. ആണോ? അത് നല്ല കാര്യം. എന്ന് നമുക്ക് ഒന്നിച്ചു പോവാം. എനിക്ക് കൂട്ടായി ഒരാളുണ്ടല്ലോ. അതും പറഞ്ഞവർ രണ്ടുപേരും ആ ബസ്സിൽ യാത്രയായി. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? അവൻ്റെ ടെൻഷൻ കണ്ട് അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ അവനോട് ചോദിച്ചു. എന്ത് സർ? അമ്മേ, അത് ഫോൺ എടുക്കുന്നില്ല. കുറേ പ്രാവശ്യം വിളിച്ചു, എടുക്കുന്നില്ല. ചുറ്റിനും ശത്രുക്കളാണ്. അതെന്താ അവൻ ചിന്തിക്കാത്തത്? അതും പറഞ്ഞ് ഹരി അവിടെയുള്ള സോഫയിലിരുന്നു. സാരമില്ല മോനെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവൻ വരും എന്നൊരു വാക്ക് പറഞ്ഞു പോയിക്കൂടെ? അല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് പറഞ്ഞൂടെ? അവൻ അവിടെയുള്ള സോഫയിൽ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീ ടെൻഷൻ അടിക്കാതെ മോനെ, അവൻ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാവും അവൻ എടുക്കാത്തത്. അവർ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ലച്ചുവും അമ്മയും നല്ല കൂട്ടായി. അവർ ഒരുപാട് സംസാരിച്ചു. അവർക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയതും അവർ അവരുടെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചു. അവരപ്പോൾ തന്നെ മയങ്ങിപ്പോയിരുന്നു. ബസ് നിർത്തി അതിലെ അവരുടെ ആളുകൾ വന്ന് അവളെ എടുത്തുകൊണ്ടുപോയി. ഗായു അപ്പുവിനെ ആരും കാണാതെ അവൻ്റെ വീട്ടിലാക്കി. ഗായു ചേച്ചി, ലച്ചു ചേച്ചി വിളിച്ചാൽ പറയണേ.
ആ പറയാം, നീ പേടിക്കണ്ട, നീ പൊയ്ക്കോ. നിന്റെ ചേച്ചി നല്ലതിന് മാത്രമാണ് പോയത്. ഓക്കെ ചേച്ചി, ലച്ചു ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ. എന്നാ നീ പൊയ്ക്കോ, ആരും കാണണ്ട. എടാ അപ്പു, അമ്മ അവളെ കാണാനില്ല എന്ന് പറഞ്ഞ് ആദ്യം നിന്നോടായിരിക്കും ചോദിക്കുന്നത്. അപ്പം നീ ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. ഓക്കെ ചേച്ചി, ഞാൻ പോവട്ടെ അവരെണീക്കുന്നതിന് മുൻപ്. ശരി മോനെ. അതും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി. സാർ, ഒരു കിളുന്ത് പോലെയുള്ള പെണ്ണ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? എവിടെ കൊണ്ടുവരണം? അയാൾ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അവർ അതുപോലെ തന്നെ ചെയ്തു. അവരറിയാതെ അവളെ ആ ഹോട്ടൽ നാഥിനെ കിടത്തിയ ഹോട്ടൽ റൂമിൽ അവർ പോയി കിടത്തി. രാവിലെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് നാഥ് കണ്ണു തുറന്നത്. അടുത്ത് കിടക്കുന്ന ലക്ഷ്മി അവൻ കണ്ടില്ലായിരുന്നു. അവൻ ബെഡിൽ നിന്നും എണീറ്റ് വാതിൽ തുറന്നു. തുറക്കുന്നില്ലെങ്കിൽ ചവിട്ടി തുറക്ക്, അത് പറഞ്ഞൊരു പോലീസുകാരൻ ചവിട്ടാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ നാഥ് വാതിൽ തുറന്നു. എന്താ സാറേ വാതിൽ തുറക്കാൻ ഇത്ര മടി? ഇപ്പോഴും ഒന്നും കഴിഞ്ഞില്ലേ? രാത്രി തുടങ്ങിയതല്ലേ പരിപാടി, ഇപ്പോഴും നിർത്താനായില്ലേ? അകത്തുള്ള ആളെ ഒന്ന് പുറത്തിറക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ. അതിൽ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതിൽ ദേഷ്യം വന്നു. അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, സാർ എന്താ പറയുന്നത്? ഒന്നും മനസ്സിലായില്ല. ആരെയാ ഞാൻ റൂമിലാക്കാൻ? ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സാറിന് വിശ്വാസമില്ലെങ്കിൽ അകത്ത് കയറി നോക്ക്. അതും പറഞ്ഞ് നാഥ് വാതിൽ നിന്ന് മാറി നിന്നു. അപ്പോൾ തന്നെ ഒരു പോലീസുകാരനൊപ്പമുള്ള ആളോട് പറഞ്ഞു, കയറി നോക്കടോ. അത് പറഞ്ഞൊപ്പമുള്ള കോൺസ്റ്റബിൾ അകത്ത് കയറി. സർ. അകത്തേക്ക് കയറിയ കോൺസ്റ്റബിൾ അകത്തുനിന്ന് വിളിച്ചു. എല്ലാവരും അകത്ത് കയറി നോക്കി. നാഥും അവരുടെ കൂടെ പോയി. അവൻ താൻ കിടന്ന സ്ഥലത്തൊരു പെൺകുട്ടി. അത് കണ്ടതും അവൻ ഞെട്ടി പിറകിലേക്ക് നീങ്ങി. ഇത് കാണിക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അനാവശ്യം പറയരുത്. നിങ്ങൾക്കെന്തും കാണിക്കാം, ഞങ്ങൾ പറയുന്നതാണ് തെറ്റല്ലേ? ഡോ എന്ന് പറഞ്ഞ് നാഥ് അയാളെ നേരെ കൈകൊണ്ടടിക്കാൻ നോക്കി. അപ്പോഴേക്കൊരു പോലീസുകാരൻ വന്ന് അവനെ പിടിച്ചു. അവളെ വിളിച്ചെഴുന്നേൽപ്പിക്ക്, അയാൾ ലേഡി കോൺസ്റ്റബിളിനോട് പറഞ്ഞു. ആ ലേഡി അവളെ തട്ടി വിളിച്ചു. എടി എണീക്ക്, നിന്നോട് എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത്? അവൾ എന്തോ തലക്ക് ഭാരമുള്ളതുപോലെ തോന്നി. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അവൾക്ക്. അവൾ കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നു. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ ഇതുവരെ കാണാത്തവരെ കണ്ട് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. മതി നിന്റെ ഉറക്കം, ഇങ്ങോട്ട് വാടി. അത് പറഞ്ഞാൽ ലേഡി അവളെ ബെഡിൽ നിന്ന് പിടിച്ചു വലിച്ചു. നാഥ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്രയും ഒരു കിളുന്ത് പെണ്ണായിട്ടാണോ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്? ഞങ്ങളൊരു ദിവസത്തിന് തരാമോ? ഞങ്ങളും അറിയട്ടെ ഇവളുടെ ശരിക്ക്. എത്രയാണ് മോളെ നിന്റെ ഒരു ദിവസത്തെ റേറ്റ്? അയാളുടെ വാക്കുകൾ കേട്ട് അവൾ മുഖം പൊത്തി കരഞ്ഞു. അത് കണ്ടത് നാഥിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഡോ അനാവശ്യം പറയരുത്, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുവാണ്. അത് കേട്ടതും അവൾ ഞെട്ടിത്തരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതും പറഞ്ഞ് നാഥ് അവളെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ട് ലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. കെട്ടുന്ന പെണ്ണിനെയാണോ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവനോട് പറഞ്ഞു. അത് ഞങ്ങൾ ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകി. അപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി ഹോട്ടൽ റൂം എടുത്തതാണ്. ഒരാണും പെണ്ണും ഒപ്പം ഇരുന്ന അത് സദാചാരമായി കാണുന്ന നിങ്ങളൊക്കെയാണ് ആദ്യം മര്യാദ പഠിപ്പിക്കേണ്ടത്. നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്കൊന്നും അറിയണ്ട, നീ അങ്ങോട്ട് നടക്ക്. അതും പറഞ്ഞ് അവനെ ഒരു പോലീസുകാരൻ അവനെ പുറത്തേക്ക് തള്ളി. അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി പേടിപ്പിക്കാതെ നടക്കുന്നതാണ് നല്ലത്. അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോയി. നടക്കടി അങ്ങോട്ട്. ലക്ഷ്മി ഒരു ലേഡീസ് പോലീസ് തള്ളി. ഞങ്ങളെ തള്ളേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നടക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ അവളെയും പിടിച്ച് പുറത്തേക്ക് പോയി. അവരവിടെ എത്തിയതും ആ ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു കൂട്ടം മീഡിയക്കാരും ക്യാമറാമാനും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ആരാണ് വിളിച്ചു വരുത്തിയത്? വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അറിയില്ല സർ, അവരെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ഈശ്വര, ഈ നാഥെന്താ ഫോൺ എടുക്കാത്തത്? അതും വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. അതവൻ പെട്ടെന്നെടുത്തു. ഹലോ. വാട്ട്? അത് പറഞ്ഞ് ഹരി സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഹലോ. അപ്പോഴേക്കും അവൻ്റെ ആ കോള് കട്ടായിരുന്നു. അവൻ അവിടെ നിന്നും ഹാളിലെ TV ഓൺ ചെയ്തു. ഇപ്പോൾ കിട്ടിയ വാർത്ത, നാഥ് ഇൻഡസ്ട്രീസിൻ്റെ MD ഭൈരവനാഥ് വർമ്മ ഹോട്ടൽ ബ്ലൂ ലാൻഡിൽ നിന്നും പിടിച്ചു. ഒപ്പം ഒരു പെൺകുട്ടിയുണ്ട്. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കേട്ടതും അവൻ അവിടെ നിന്നും കാറിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ അവൻ്റെ കാർ ഒരു ഇരുമ്പലോടെ വന്നു. അവൻ അതിൽ നിന്നും ചാടി ഇറങ്ങി അതിൻ്റെ അകത്തേക്ക് ഓടി. നാഥെന്ന് വിളിച്ചാരി അവൻ്റെ അടുത്തേക്ക് പോയി. എന്താടാ, എന്താ സംഭവം? ഈ പെൺകുട്ടി എങ്ങനെ? അറിയില്ലടാ, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പോയി ഓഫീസുകാരെ കാണട്ടെ. മേ ഐ കമിൻ സർ? യെസ് കമിൻ. ആരാ? എന്താ? ഞാൻ അവൻ്റെ കൂടെയുള്ളതാണ്.
ഓക്കെ, അവൻ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കണമെന്ന് നീ ഒന്ന് അവനെ മര്യാദ പറഞ്ഞു കൊടുക്ക്. ഓക്കെ, അത് വിട്. അവന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായി ഇങ്ങനെ ഹോട്ടൽ പോയി റൂം എടുത്താലോ? അത് പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഉറപ്പില്ലല്ലോ അവർ വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്ന്. ഇന്ന് ഇവിടെ വെച്ച് അവരുടെ വിവാഹം നടത്തണം, എന്നാലേ അവരെ വിടൂ. നാദത് കേട്ടതും നോ, അത് പറ്റില്ല. അവൻ ആ ഓഫീസിന്റെ റൂമിൽ നിന്ന് അലറി വിളിച്ചു. അവനിലെന്തോ ദേഷ്യം ആളിക്കത്തിയിരുന്നു ആ നിമിഷം. നിന്റെ പെണ്ണാണെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ നിനക്ക് ഇത്ര ആലോചിക്കാൻ? അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അത് ഞാൻ അറിയാതെ പറഞ്ഞതാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞ അബദ്ധം മനസ്സിലായത്. ഓക്കെ, അത് നടത്താം, ഇപ്പോൾ തന്നെ. ഓക്കെ, അത് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ രജിസ്റ്റർ ഓഫീസറെ വിളിച്ചു വരുത്തി. ആദ്യം അവളുടെ കഴുത്തിൽ ഇതെടുത്ത് കെട്ട്. അത് പറഞ്ഞ ഉദ്യോഗസ്ഥൻ താലി അവൻ്റെ കയ്യിൽ കൊടുത്തു. കെട്ടാൻ പറഞ്ഞു. അവൻ അവളുടെ കഴുത്തിൽ അത് കെട്ടി. അവളുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടുകൊടുത്തു. എന്നിട്ട് അവരോട് രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടാൻ പറഞ്ഞു. എല്ലാത്തിനും അവൾ പാവ പോലെ നിന്നുകൊടുത്തു. ഇപ്പം ഞങ്ങൾക്ക് വിശ്വാസമായി. ഇനി നിങ്ങൾക്ക് പോവാം. ഈ ഫയലിൽ ഒപ്പിട്ടാ കൊണ്ടുപോവാം. അവർ അതിൽ രണ്ടുപേരും ഒപ്പിട്ട് അവിടെ നിന്ന് പോയി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവിടെ നിന്ന് പോയി. കാറിന്റെ പിന്നിലെ സീറ്റിൽ അവർ രണ്ടുപേരും ഇരുന്നു. അവൻ അവളോടൊന്നും മിണ്ടിയില്ല. അവൾ തലയും താഴ്ത്തിയിരുന്നു. നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ എന്ത് സംഭവിച്ചത്? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇപ്പോൾ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്ക്. അതും പറഞ്ഞ് നാദ് പിന്നെ ഒന്നും പറയാതെ ഫോണിൽ നോക്കിയിരുന്നു. ഹരിയും പിന്നെ അവനോടൊന്നും പറയുന്നില്ല. അവരുടെ ആ വലിയ വീടിന്റെ മുന്നിൽ നിർത്തിയതും അവർ അതിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി. അവൾ അതിൽ നിന്നും ഇറങ്ങിയതും നിൽക്ക്. രണ്ടുപേരോടും അങ്ങനെ പറഞ്ഞ് ഹരി അകത്തേക്ക് പോയി. അവർ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ 5 തിരിയും കൊളുത്തി. ഹരി അവരെ ഒപ്പം നിർത്തി. അവളുടെ കയ്യിലേക്ക് ആ വിളക്ക് കൊടുത്ത് ഹരി അവരെ വീട്ടിലേക്ക് കയറ്റി. നാദ് അവൻ്റെ റൂമിലേക്കും പോയി. അവൾ അവൻ്റെ ഡൈനിങ് ഹാളിൽ തന്നെ നിന്നു. നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ അവൻ്റെ റൂമിലേക്ക് പോയിക്കോ. അത് നിന്റെ ഭർത്താവിൻ്റെ റൂമാണ്, നിനക്കും അതിൽ അവകാശമുണ്ട്. ഹരി അങ്ങനെ പറഞ്ഞതും അവൾ അവിടെ നിന്ന് പോയി. അവൻ്റെ റൂമിൽ സ്റ്റെപ്പ് കയറി തിരിഞ്ഞ ലാസ്റ്റ് കാണുന്ന റൂമാണ്. ഹരി അവളോട് വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് അവൾ അവൻ്റെ റൂമിലേക്ക് കടന്നു. അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നതും അവൻ അവിടെ കണ്ടില്ല. അവിടെയാണ് ബാത്റൂം. നിനക്കുള്ള ഡ്രസ്സ് ഇവിടെയില്ല. എൻ്റെ ടീഷർട്ടും ഷോർട്ടും ഉണ്ടാകും. നിനക്കുള്ള ഡ്രസ്സ് ഇന്ന് റെഡിയാക്കാം. അവൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കി. നീ എന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവൾ പതിയെ തലയാട്ടി. അത് പറഞ്ഞവർ അവൻ്റെ നിന്നും പുറത്തേക്ക് പോയി. അവൻ്റെ റൂം കാണുകയായിരുന്നു. വലിയ മുറിയായിരുന്നു അവൻ്റേത്. വലിയ ബെഡും നല്ലടുത്തായി ഒരു ടേബിളും അതിലൊരു ഫ്രവളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ചെറിയൊരു സോഫയും അതിൻ്റെ അടുത്ത് കുഞ്ഞ് ടേബിളും അതിൻ്റെ മുകളിൽ ഒരു ലാപ്ടോപ്പുമുണ്ട്. ബെഡിൻ്റെ കുറച്ച് മാറിയാണ് ഡ്രസ്സിംഗ് റൂം. അതിൻ്റെ അടുത്തായി ഡ്രസ്സ് ഷെൽഫ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൾ അതിൻ്റെ അടുത്ത് പോയി അതിൽ നിന്നും അവൻ്റെ ടീഷർട്ടും ഷോർട്ടും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൾ ഫ്രഷായി അത് അവൻ്റെ ഡ്രസ്സ് ഇട്ട് നോക്കി. അവൾ ഇട്ട് പുറത്തിറങ്ങാൻ മടി തോന്നി. അവൾ അവിടെയുള്ള ബെഡിൽ ചാരിയിരുന്നപ്പോഴോ അവളുടെ കണ്ണുകൾ അടച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. റൂമിൻ്റെ ചുറ്റും നോക്കി. ആ സമയത്ത് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ആ ഭാഗത്തേക്ക് നോക്കി. നീ റെഡിയായി വാ, നമുക്ക് പുറത്തു പോയി വരാം. അത് പറഞ്ഞവൻ ബാത്റൂമിലേക്ക് കയറി. അവൻ ഇറങ്ങിയപ്പോഴും അവൾ അതേ നിൽപ്പ് തന്നെയാണ്. നീ എന്താ റെഡിയാവാത്തത്? അതിന് കണ്ണീട്ട, എനിക്ക് ഉടുക്കാൻ വേറെ ഡ്രസ്സൊന്നുമില്ല. അല്ല, നീ എന്തെന്നെ വിളിച്ചത്? വിളിച്ചത് അബദ്ധമായി എന്ന് കരുതി അവൾ കണ്ണുകൾ അടച്ചു. നീ ഒന്നുകൂടെ വിളിച്ചേ കണ്ണീട്ട. അവൾ അങ്ങനെ വിളിച്ചതും അവൻ അവളെ ആഞ്ഞു പുണർന്നു. അവൾ പാവകണക്കെ നിന്നു. അപ്പോഴാണ് അവന് താൻ ചെയ്തത് എന്താണെന്ന് ഓർമ്മ വന്നത്. അവൻ അപ്പോൾ തന്നെ അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നു. സോറി, ഞാൻ അറിയാതെ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവളിപ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു. അവൻ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവൾ ആ നൃത്തം തന്നെയാണ്. അവൻക്ക് ചിരി വന്നു അവളുടെ നൃത്തം കണ്ടിട്ട്. അല്ല, നീ ഇപ്പോഴും റെഡിയായില്ലേ? വേഗം റെഡിയായി താഴേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാകും. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. എന്താ പറഞ്ഞത്? നീ റെഡിയായി വാ, ഞാൻ താഴെ ഉണ്ടാകുമെന്ന്. ആ, ഞാൻ വരാം. അതും പറഞ്ഞവൾ താഴേക്ക് പോയി. അവൾ താഴെ എത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. നീ ആരെയാ തിരയുന്നത്? ഹരി അത് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അത് ഞാൻ പറയാൻ ബുദ്ധിമുട്ടണ്ട, നീ തിരയുന്ന ആൾ കാറിലുണ്ട്. അവളൊന്ന് വിളിച്ച് അവിടെ നിന്നും പോയി. അവൾ അവൻ്റെ അടുത്തെത്തിയതും അവൾ എവിടെ കയറണമെന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് കോൺട്രയിൽ സീറ്റിലെ ഡോറ് തുറന്നു കൊടുത്തത്. അവൾ പെട്ടെന്ന് അതിൽ കയറി. അവരുടെ കാറ് ഗേറ്റ് കടന്നു പോയി. ഈ വാർത്ത കേട്ട് തറവാട്ടിലുള്ളവരെല്ലാം ഷോക്കായിരിക്കുകയാണ്. പക്ഷെ ഒരാളുടെ മുഖത്ത് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്.
ഈശ്വരനാഥ് വർമ്മ തൻ്റെ മകളെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി അവിടേക്ക് വന്നത്. നിങ്ങളെന്താ ചിന്തിച്ചിരിക്കുന്നത്? ഒന്നുമില്ലടി, നമുക്കിനി അധിക കാലമില്ല. അപ്പോഴേക്കും നമ്മുടെ ചെറുമക്കളുടെ മക്കളെ കാണാൻ വിധിയുണ്ടാകുമോ? അതിന് ആദ്യം കണ്ണൻ്റേത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടേത്. അത് ശരിയാ നീ പറഞ്ഞത്. അത് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്ദ്രൻ അവരെ വിളിച്ചത്. അമ്മേ അച്ഛ, ഇങ്ങോട്ടൊന്ന് വന്ന് നോക്ക്. ഇവനിതെന്തിനാ വിളിക്കുന്നത്? വാ, നമുക്ക് പോയി നോക്കാം. അതും പറഞ്ഞവർ രണ്ടുപേരും അവിടേക്ക് പോയി. എന്തിനാ ഇന്ദ്ര നീ ഇങ്ങനെ വിളിക്കുന്നത്? അച്ഛാ അമ്മേ, നമ്മുടെ നാഥ്. അതും പറഞ്ഞ് ഇന്ദ്രൻ കൈ ചൂണ്ടി. ഇന്ദ്രൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും അവർ ഞെട്ടി. ഇന്ദ്ര, എന്തായി കാണുന്നത്? നമ്മുടെ കണ്ണൻ്റെ കൂടെ ഒരു പെണ്ണോ? അവൻ്റെ വിവാഹം കഴിഞ്ഞോ? അത് കണ്ട് ഷോക്കായിരുന്നു എല്ലാവരും. ഇതാണ് അവൻ്റെ പെണ്ണ്, ചെകുത്താൻ്റെ മാലാക പെണ്ണ്. അവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. എന്താ ജാനകി ഞാൻ കാണുന്നത്? നമ്മുടെ കണ്ണൻ വിവാഹം കഴിഞ്ഞു. അപ്പോഴേ തിരുമേനി പറഞ്ഞതല്ലേ എങ്ങനെയാകും നിങ്ങളുടെ ചെറുമകൻ്റെ വിവാഹം നടക്കുക എന്ന്. ജാനകിയമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവിടെയുള്ളവർക്ക് ഓർമ്മ വന്നത്. എന്തായാലും സന്തോഷമായി. എത്രയും പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. എനിക്ക് കാണണം എൻ്റെ കണ്ണൻ്റെ പെണ്ണിനെ. അതും പറഞ്ഞ അമ്മ അവിടെ നിന്നും പോയി. എല്ലാവരുടെയും മുഖത്തും സന്തോഷം നിറഞ്ഞു. മാനവ്, ഡാ എഴുന്നേൽക്കടാ. എന്താ മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എടാ നീ ഇതൊന്ന് കാണ്. അതും പറഞ്ഞ് ഋഷു അവന് ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തു. മനു അത് കണ്ടതും ഞെട്ടി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. എടാ ഇത് വല്യേട്ടനല്ലേ? ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞു. അതും പറഞ്ഞവൻ ഫോൺ എടുത്ത് സൂര്യയ്ക്ക് വിളിച്ചു. എടാ മനു, ഏട്ടൻ്റെ ഒപ്പം നിൽക്കുന്ന പെൺകുട്ടിയെ നോക്ക്. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഇത് ആ ശ്രീലക്ഷ്മിയല്ലേ? അവൾ ഏട്ടൻ്റെ ഭാര്യയാണോ? ഇവരെങ്ങനെ? അതും പറഞ്ഞു മനു ഹരിക്ക് വിളിച്ചു. ഹലോ ഹരിയേട്ടാ. എന്താ മനു? നമ്മുടെ വല്യേട്ടൻ്റെ വിവാഹം കഴിഞ്ഞു. അവനെന്ന് സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഹരിയേട്ടാ, എനിക്കറിയാം ആ പെൺകുട്ടിയെ. നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നത്. പാവം കുട്ടിയാണ്. അവൻ ഗായു പറഞ്ഞതെല്ലാം ഹരിക്ക് പറഞ്ഞു കൊടുത്തു. പാവം അവിടെ നിന്നും ഓടിപ്പോകുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ വെക്കട്ടെ ഹരിയേട്ടാ. ശരി മനു. അതും പറഞ്ഞവർ ഫോണ് വെച്ചു. എന്തായാലും ഞാൻ ആഗ്രഹിച്ചിരുന്നു അവളെ എൻ്റെ വല്യേട്ടനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. അത് തന്നെ ഈശ്വരൻ കാണിച്ചു തന്നല്ലോ. ഒരു വലിയ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ അവൻ്റെ കാറ് വന്ന് നിന്നു. വാ, ഇറങ്ങ്. അത് പറഞ്ഞ് നാഥ അവളുടെ സൈഡിലെ ഡോറ് തുറന്നു കൊടുത്തു. അവൾ അതിൽ നിന്നും ഇറങ്ങി. അവൻ അവളുടെ കൈ പിടിച്ചകത്തേക്ക് പോയി. അവനെ കണ്ടതും അവിടെയുള്ളവർ വിഷ് ചെയ്തു. അവൾ അതൊക്കെ ആകാംക്ഷയോടെ നോക്കി നിന്നു. നിനക്ക് വേണ്ടതെല്ലാം നോക്കിയെടുത്തോ? അതും പറഞ്ഞവൻ അവളെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് നിർത്തി. അവൻ അവിടെ നിന്നു. വാ മേഡം. അവൾ എന്താ നടക്കുന്നൊന്നും അറിയാതെ അവരുടെ കൂടെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാദും വന്നു. നീ എടുത്തത് എവിടെ? ബില്ലടിക്കാൻ ഞാൻ. അത് സർ, മേഡൊന്നും എടുത്തിട്ടില്ല. കാണിച്ചു കൊടുക്കുന്നതെല്ലാം വില കൂടുതലാണെന്ന് പറഞ്ഞെടുക്കാൻ സമ്മതിക്കില്ല. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി. അവളുടെ കൈ പിടിച്ച് അവൾക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുത്തു. അവൻ തന്നെ അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ കയ്യിൽ പിടിച്ച് കാറിൽ കയറി പോയി. പാവം മേഡം, അവിടെയുള്ളൊരു സ്റ്റാഫ് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. അവൻ്റെ കാർ ആ വീടിന് മുന്നിൽ വന്നു നിർത്തി. അവൻ അവളെയും പിടിച്ച് ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ഊർമിള ആവേശത്തോടെ എഴുന്നേറ്റു. ഇന്നാ ലക്ഷ്മി അവളെ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു കിട്ടും. അത് പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കയറി. അവരവിടെ നിന്നും നേരെ അടുക്കളയിലേക്ക്. അവിടെ ആരെയും കണ്ടില്ല. ഈ പെണ്ണിതുവരെ എഴുന്നേറ്റില്ലേ? അതും പറഞ്ഞ് അവൾ അവളെ വിളിക്കാൻ പോയി. അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്നതും അവർ ഞെട്ടി. അപ്പു എന്ന് ദേഷ്യത്തിൽ അവനെ വിളിച്ചു. എന്താ അമ്മേ? എവിടെടാ ലക്ഷ്മി? എനിക്കറിയില്ല. നിനക്കറിയാതെ അവൾ എവിടേക്കും പോവില്ല. പറയടാ. അതും പറഞ്ഞവൻ അവനെ അടിച്ചു. അമ്മേ, എന്നെ അടിക്കല്ലേ. ചേച്ചി എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്നെ അടിക്കല്ലേ. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. താഴെ ശബ്ദം കേട്ട് ഹൃതിക ഓടി വന്നു. എന്താ അമ്മേ? എന്തിനാ അമ്മേ അവനെ അടിക്കുന്നത്? എടി, ആ ലക്ഷ്മിയെ കാണുന്നില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവളുടെ ശല്യം ഇനി ഉണ്ടാവില്ലെന്ന് സമാധാനമായില്ലേ? ഇന്ന് അവളുടെയും രാഹുലിൻ്റെയും വിവാഹം നടത്താമെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു. എന്താ അമ്മ പറഞ്ഞത്? അവർ അത് പറഞ്ഞതും അവൾ ഞെട്ടി. അപ്പോഴാണ് ഊർമിളയുടെ ഫോൺ അടിച്ചത്. അവർ ഫോൺ എടുത്ത് നോക്കിയതും ഏട്ടനെന്ന് കണ്ടതും അവർ പേടിച്ച് ഫോൺ എടുത്തു. ഹലോ ഏട്ടാ. എടി ഊർമിളെ, നീ ആ TV ഒന്ന് നോക്കിയേ. എന്തിനായിട്ടപ്പോൾ TV നോക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആസത്ത് പോയ ടെൻഷനിൽ നിൽക്കുമ്പോഴാ. നീ ഒന്ന് ഇട്. ഏട്ടൻ പറഞ്ഞതനുസരിച്ച് ഊർമിള TV ഓണാക്കി. അതിൽ ലക്ഷ്മിയെ കണ്ടത് 3 പേരുടെയും കണ്ണ് പുറത്തേക്ക് തള്ളി. ഇതെപ്പോ? ഇവനൊക്കെ ആരാ? അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. ദേഷ്യത്തിൽ അവൻ അവളെ ബെഡിലേക്കിട്ടു. അവൻ അവളെ ബെഡിൽ നിന്നും വലിച്ച് അവൻ്റെ അടുത്ത് നിർത്തി. അവളുടെ ഷോൾഡറിൽ അവൻ്റെ 2 കൈകൾ കൊണ്ട് അമർത്തി പിടിച്ച് അവളോട് പറഞ്ഞു. നീ എൻ്റെ ഭാര്യയാണ്. ഈ ഭൈരവനാഥ് വർമ്മയുടെ.
എൻ്റെ എല്ലാം ഇനി നിനക്കും അവകാശപ്പെട്ടതാണ്. അതിനും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. കേട്ടോടി? അവൾ പതിയെ മൂളി. മൂളിയ മാത്രം പോരാ, വാ തുറന്ന് പറ. എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോയതും അവൾ നിരത്തിരുന്ന് മുഖം പൊത്തി കരഞ്ഞു. ഹരി അവൻ വരുന്നതും നോക്കി നിന്നു. നീ എന്തിനാ അതിനെ വേദനിപ്പിച്ചത്? അല്ലെങ്കിൽ തന്നെ അവൾ പേടിച്ചിരിക്കുക. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഇനി ഇപ്പോൾ പോവണോ? ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞവൻ അവിടെ നിന്നും പോയി. അവൻ നേരെ പോയത് അവരെ പിടിച്ച ഹോട്ടലിലേക്കാണ്. അവൻ്റെ വരവ് കണ്ട് അവിടെയുള്ളവർ പേടിച്ചു വിറച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലായി കാണുമല്ലേ? അവർ അതിന് തലയാട്ടി. എനിക്ക് അന്നത്തെ CCTVയുടെ ഡീറ്റെയിൽസ് വേണം. അത് സർ, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. തരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത്. എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ തരുന്നതാണ് നല്ലത്. അവൻ അങ്ങനെ പറഞ്ഞതും അവർ അപ്പോൾ തന്നെ അത് എടുത്തു കൊടുത്തു. അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും രാത്രിയായിരുന്നു. നീ എവിടെ പോയതായിരുന്നു? ഹരി അവനോട് ചോദിച്ചു. നീ റൂമിലേക്ക് പോ, അവൾ കുറേ നേരമായി കാത്തിരിക്കുന്നു. നീ പോയതിന് പിന്നെ അവൾ പുറത്തിറങ്ങിയിട്ടില്ല. അതും പറഞ്ഞ് നാഥ അവിടെ നിന്നും സ്റ്റെപ്പ് കയറി ഓടി മുകളിലേക്ക് പോയി. അവൻ റൂമിൻ്റെ ഡോറ് തുറന്നതും നിലത്തിരുന്ന ലക്ഷ്മിയെയാണ് അവൻ കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ അവൻ്റെ 2 കൈയിൽ പൊക്കിയെടുത്ത് ബെഡിലിരുത്തി. ശ്രീ, അവൻ അവളെ വിളിച്ചു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി. അവൻ്റെ ശ്രീ എന്ന വിളിയിൽ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? അവൻ ആരാണേട്ടാ? മാധവന്റെ മറുപടി കേട്ട് ഊർമിളയുടെ രക്തം തിളച്ചു. അവളോടുള്ള പക ഊർമിളയ്ക്ക് നിയന്ത്രിക്കാനായില്ല. വിടില്ല ഞാൻ അവളെ. സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് അവർ അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞു. എന്താ അമ്മീ കാണിക്കുന്നത്? നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? വിടില്ല ഞാൻ. അവർ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ അമ്മ പറയുന്നത്? ആരെ വിടില്ലെന്നാണ് പറയുന്നത്? ആ ലക്ഷ്മിയെ, അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതും പറഞ്ഞവർ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. ഈ അമ്മത് എന്തൊക്കെയാ പറയുന്നത്? അതും പറഞ്ഞവൾ മാധവനെ വിളിച്ചു. ഹലോ അങ്കിളെ, എന്താ അമ്മയ്ക്ക് ഇത്രയ്ക്കും ദേഷ്യം? അവളെ, ആ ലക്ഷ്മിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആരാ? അത് മോളെ, അവൻ ഈ ലോകത്തിലെ ബിസിനസ് രംഗത്തെ ചെകുത്താൻ, ബിസിനസ്സിലെ ഉയർന്ന പദവിയിലുള്ളവൻ, മുംബൈ മുഴുവൻ ഭരിക്കുന്നവൻ. ഗോകുലും രാഹുലും അവൻ്റെ മുന്നിലൊന്നുമല്ല. ബിസിനസ് രംഗത്തെ പവർഫുള്ള് മിസ്റ്റർ ഭൈരവ്നാഥ് വർമ്മയ്ക്കാണ്. അത് കേട്ടതും അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. മതിയെങ്കിൽ ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട. അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ ഫോൺ വെച്ചു. എന്താ അമ്മയ്ക്കും ചേച്ചിക്കും പറ്റിയതെന്നറിയാതെ അവൻ സംശയത്തോടെ നിന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്നും പോയി. ശ്രീ, അത് വിളിച്ചവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞ്. അവൾ അവനെ തന്നെ കണ്ണും വെക്കാതെ നോക്കി നിന്നു. സോറിടാ, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു അല്ലേ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ. വാ, ഇവിടെ ഇരിക്ക്. അവൾ അതിനൊന്നും മറുപടിയില്ലാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. നീ എന്താ പെണ്ണെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? അതെ എന്ന് പറഞ്ഞവൾ തലയാട്ടി. നീ വല്ലതും കഴിച്ചോ? അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. എനിക്കറിയാം നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. വാ, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. എനിക്ക് ഫുഡ് എടുത്തു തരാൻ വാ. അവൾ അവൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ട് അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. നീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഈ ഡ്രസ്സൊക്കെ വേറെ ഇട്ടിട്ട് വാ. അവൻ അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അതും വാങ്ങി ബാത്റൂമിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ സ്വപ്നമാണോ ഈശ്വര? ഞാൻ കാണുന്നതൊക്കെ സത്യമാണോ? അത് പറഞ്ഞവൾ ഷവറിൻ്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. കുറേ നേരം അങ്ങനെ ചുവട്ടിൽ തന്നെ നിന്നു. അവൾ ഇറങ്ങുന്നത് കാണാത്തത് കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോയി. ശ്രീ, വാതിൽ തുറക്ക്. അവൻ വാതിൽ മുട്ടി കുറെ വിളിച്ചു. കുറെ കഴിഞ്ഞിട്ടും അവൾ പുറത്തേക്ക് വന്നത്. നീ എന്താ ഇപ്പോഴും കുളിച്ചില്ലേ? അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത്. വാ, കുളിപ്പിച്ചു തരാം. അതും പറഞ്ഞ് നാഥ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അവൾ പാവ പോലെ എല്ലാത്തിനും നിന്നുകൊടുത്തു. അതെ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയില്ലേ? ജാനകിയമ്മ തൻ്റെ ഭർത്താവ് ഈശ്വരവർമ്മയോട് ചോദിച്ചു. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ? അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ മക്കൾ ഇങ്ങോട്ട് എത്തിയാൽ മതിയെന്നായിരുന്നു. ജാനകിയമ്മ സൂര്യൻ നാഥിനെ വിളിക്കാൻ പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ് അവരുടെ 2ാമത്തെ മകനും ഭാര്യയും എത്തിയിരുന്നു. സൂര്യ മോനെ. എന്താ മുത്തശ്ശി? നീ കണ്ണനൊന്ന് വിളിച്ചതാ. അതും പറഞ്ഞ് ജാനകിയമ്മ സന്തോഷത്തിലായിരുന്നു. നാഥ അവൾക്കെല്ലാം ചെയ്തു കൊടുത്തു. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവൻ അതെടുത്ത് നോക്കിയത് മുത്തശ്ശിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതിയെ ഫോൺ എടുത്തു. ഹലോ മുത്തശ്ശി. കണ്ണാ, എവിടെ നിന്റെ പെണ്ണ്? ഇവിടെയുണ്ട് മുത്തശ്ശി. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് അവൾക്ക് ഒന്നും പറയണ്ട. എത്രയും വേഗം നിങ്ങൾ 2 ഇങ്ങോട്ട് വരാൻ നോക്ക്. അടുത്ത് തന്നെ ഞങ്ങൾ എത്തും മുത്തശ്ശി.
ഇവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങൾ മാത്രം എത്തിയാൽ മതി. ആയിക്കോട്ടെ മുത്തശ്ശി, ഞങ്ങൾ വേഗം വരാം, വിഷമിക്കാതെ. എന്നാ മുത്തശ്ശി ഞാൻ വെക്കട്ടെ, പിന്നെ വിളിക്കാം. ആ ശരിയണ്ണ. അവർ ഫോൺ വെച്ചതും അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് മുഖം പൊത്തി കരയുന്ന തൻ്റെ പെണ്ണിനെയാണ്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്തിനാ മോളെ കരയുന്നത്? ഒന്നുമില്ല കണ്ണേട്ടാ, ഏട്ടൻ ചെയ്തു തന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അമ്മയുടെ മരണശേഷം എനിക്കിങ്ങനെ ആരും ചെയ്തു തന്നിട്ടില്ല. അതും പറഞ്ഞവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അവൻക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് അവൻ അവളോടൊന്നും ചോദിച്ചില്ല. അപ്പോഴാണ് അവർക്കുള്ള ഫുഡുമായി ഹരി അവിടേക്ക് വന്നത്. എനിക്കകത്തേക്ക് വരാൻ പറ്റുമോ? അവൻ്റെ ശബ്ദം കേട്ടതും ലക്ഷ്മി അവനിൽ നിന്നും അകന്നു മാറി. ആ ഇങ്ങോട്ട് പോര്. നാദങ്ങനെ പറഞ്ഞതും ഹരി വാതിൽ തുറന്നകത്തേക്ക് വന്നു. എൻ്റെ പെങ്ങളുടെ വിഷമം ഇപ്പോഴും മാറിയില്ലേ? അതൊക്കെ മാറി. നീ ഇപ്പം എന്തിനാ വന്നത്? താഴേക്ക് നിങ്ങൾ രണ്ടുപേരെയും കണ്ടില്ല, അപ്പോൾ നിങ്ങൾക്കുള്ള ഫുഡ് തരാൻ വന്നതാ. ഞാൻ പോവുക. അതും പറഞ്ഞ് ഹരി ഫുഡ് അവിടെ വെച്ച് പോയി. അങ്ങനെ പറയണ്ടായിരുന്നു ഏട്ടൻ, എന്ത് വിചാരിച്ചു കാണും? അവനതൊന്നും കുഴപ്പമില്ല, നീ വാ, ഞാൻ ഫുഡ് എടുത്ത് തരാം. നാദ് അത് പറഞ്ഞ് അവൾക്ക് വാരിക്കൊടുത്തു. അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിച്ചു. വാ കിടക്കാം. അത് പറഞ്ഞ് അവളെയും കെട്ടിപ്പിടിച്ചുറങ്ങി. ഋതികയ്ക്കും അവൾക്ക് കിട്ടിയ ബന്ധം അറിഞ്ഞതും അവൾക്ക് ദേഷ്യം തോന്നി. വിടില്ല നിന്നെ, ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൾ ആ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ഗോകുൽ വിളിച്ചത്. അവൾ ഫോൺ എടുത്തു. ഹലോ. ഹലോ ഡാർലിംഗ്. അത് കേട്ടതും അവൾ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. അവനൊന്നും അറിയാതെ മിണ്ടാതെ നിന്നു. അവളുടെ സംസാരം കേട്ട് ഗോകുലിന് ദേഷ്യം വന്നു. അവൻ അതെല്ലാം അണപ്പല്ലിൽ തീർത്തു. ഹലോ ഡാർലിംഗ്, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഗോകുൽ. അയ്യോ സോറി ഏട്ടാ, ഞാൻ അറിയാതെ, ഞാൻ ടെൻഷനിലാണ്. ആ പെണ്ണ് പോയതറിഞ്ഞില്ലേ? നീ ആരുടെ കാര്യമാ പറയുന്നത്? ആ ലക്ഷ്മി, ആ നാശം പിടിച്ചവൾ. അവൾ ഞങ്ങളെ ചതിച്ച് വേറെ ആളുടെ കൂടെ പോയി. അവളുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ന്യൂസ് കേട്ടതും അവൻ ഞെട്ടി. നീ എന്താ പറഞ്ഞത്? അവൾ പോയി എന്നോ? ആരുടെ കൂടെ? നിങ്ങൾക്കറിയില്ലായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉള്ളത്? അവളെ കണ്ട ഒരു പാവല്ലേ തോന്നുക. ഇങ്ങനെയുള്ളത് ആർക്കും അറിയില്ല. നാശം പിടിച്ചവൾ ഒരിക്കലും നന്നാവില്ല. ആരുടെ കൂടെയാണ് പോയത്? ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ഭൈരവ്നാഥ് വർമ്മ. ആ പേര് കേട്ടതും അവൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. ലക്ഷ്മിയാണ് ആദ്യം കണ്ണു തുറന്നത്. അവൾ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്തോ ഭാരമുള്ളത് തൻ്റെ ദേഹത്ത് കിടക്കുന്ന പോലെ. അവൾ തിരിഞ്ഞു കിടക്കാൻ നോക്കിയതും അവൾക്ക് തിരിയാനും പറ്റുന്നില്ല. അപ്പോഴാണ് അവൾ നോക്കുന്നത്. അവൻ്റെ ഉരുക്ക് പോലെയുള്ള കൈ അവളുടെ കഴുത്തിലൂടെ ചുറ്റിയാണ് കിടക്കുന്നത്. അതവൾ എടുത്തു മാറ്റാൻ നോക്കിയിട്ടും അവൾക്ക് പറ്റിയില്ല. കുറേ കഷ്ടപ്പെട്ട് അവൾ അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ നിന്നും എടുത്ത് ഷെൽഫിൽ നിന്നും ഒരു സാരി എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൾ കുളിച്ചിറങ്ങിയ കണ്ണാടിയെ മുന്നിൽ പോയി നിന്ന് തലയിലെ തോർത്തഴിച്ച് മുടി വാർന്നു. അപ്പോഴാണ് അവളുടെ നെറ്റിയിൽ ആരുടെയോ സ്പർശനം അറിഞ്ഞത്. നോക്കിയപ്പോൾ അവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുത്തു. ശ്രീ, നിന്നെ ഇങ്ങനെ കാണാൻ എന്താ ഭംഗിയെന്നറിയുമോ പെണ്ണേ? വിട് കണ്ണേട്ടാ. അതും പറഞ്ഞ് അവൾ അവൻ്റെ കൈ പിടിച്ച് മാറ്റി അവൾ റൂമിൽ നിന്നും ഓടിപ്പോയി. അവൻ വീണ്ടും ബെഡിൽ പോയി കിടന്നു. അവൾ നേരെ പോയത് കിച്ചണിലേക്കാണ്. അവിടെ കുറേ പേര് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് പേര് വേറെ ജോലി ചെയ്യുന്നുണ്ട്. പുറത്ത് കുറേ ജോലിക്കാരും പുറം വൃത്തിയാക്കുന്നുണ്ട്. അവിടെ അധികം പ്രായമില്ലാത്തൊരു സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോൾക്ക് വേണ്ടത്? ടീയോ കോഫിയോ? അവർ ചോദിച്ചതിന് എന്ത് മറുപടി പറയുമെന്നറിയാതെ അവൾ കുഴഞ്ഞു. എനിക്കൊന്നും വേണ്ട. അതമ്മേ, ഇന്നത്തെ ഫുഡ് ഞാനുണ്ടാക്കട്ടെ? അയ്യോ വേണ്ട മോളെ, മോനിക്ക് ഇഷ്ടമാവില്ല. മോൾ ഉണ്ടാക്കുന്നത് കൊണ്ടല്ല, മോൻ ഞങ്ങളെ ചീത്ത പറയും. ഓക്കെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല. അത് പറഞ്ഞവൾ അവിടെ നിന്ന് പോയി മുന്നിലെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലിൽ പോയിരുന്നു. അവൾ അതിലിരുന്ന് കണ്ണുകൾ അടച്ചു. ലക്ഷ്മി, അവൾ അതിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്താ ചെറിയമ്മേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെയാണ് അവൾക്ക് ബോധം വന്നത്. ഞാനിപ്പോൾ വീട്ടിലല്ലല്ലോ. പെട്ടെന്നാണ് ആരാ തന്നെ വിളിച്ചതെന്ന് നോക്കിയത്. എന്താ അറിയേട്ടാ, ഒന്ന് പതുക്കെ വിളിച്ചൂടെ? എൻ്റെ ജീവൻ പോയി. നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ ലക്ഷ്മി? നിനക്കിപ്പോഴും അവിടുത്തെ ഓർമ്മയാണോ? അവളൊന്നും മിണ്ടാതെ നിന്നു. വിഷമിക്കണ്ട, വാ അകത്തേക്ക് പോവാം. അല്ല ലക്ഷ്മി, നിനക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ നിന്നു. എന്തു പറയും അവനോട്? അവൾ ഒരു നിമിഷം സ്റ്റക്കായി. ലക്ഷ്മി പറ, നീ എങ്ങനെയാ ഹോട്ടലിലെത്തി? അത് എന്തു പറയുമെന്ന കാര്യത്തിൽ അവൾ കുഴങ്ങി. എന്താ ലച്ചു നീ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് ഹരിയേട്ടാ. അവൾ കൈ രണ്ടും പിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ലച്ചു, നീ എന്നോടൊന്നും പറയണ്ട. അവൻ മനു എന്നോടെല്ലാം പറഞ്ഞു. അതാര്? അവൾ ഹരിയോട് ചോദിച്ചു.
ഹരി അവൻ്റെ ഫോണിൽ നിന്നും അവൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. അയ്യോ, മാനവ് സാറല്ലേ? അതെ, നിനക്കൊരു ഫ്രണ്ടുണ്ടോ ഗായത്രി? അവളെല്ലാം പറഞ്ഞു. പക്ഷെ നീ എങ്ങനെ അവിടെ എത്തിയെന്ന് മാത്രം അവൻ അറിഞ്ഞില്ല. അവൾ ഹരിയോടെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലേ നീ അവിടെ എത്തിയത്? ആ സ്ത്രീയെ കണ്ട തിരിച്ചറിയുമോ? അറിയും. അപ്പോഴാണ് അവിടേക്ക് നാദു വന്നത്. എന്താ രണ്ടാൾക്കും ഞാൻ അറിയാത്തൊരു രഹസ്യം പറച്ചിൽ? ഒന്നുമില്ലടാ. അതും പറഞ്ഞ് ഹരി അകത്തേക്ക് പോയി. എന്താ ശ്രീ? അവൻ അവളോട് ചോദിച്ചു. ഒന്നുമില്ല കണ്ണേട്ടാ. അല്ല, ഇവർ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? കണ്ടുപിടിക്കണം. അത് വിചാരിച്ച് അവൻ അകത്തേക്ക് പോയി. അവരെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. പക്ഷേ നാദ് അവരോട് രണ്ടുപേരോടൊന്നും മിണ്ടിയില്ല. നാദ്, ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ? അതിനവൻ മറുപടി പറയാതെ കൈ കഴുകി റൂമിലേക്ക് പോയി. അവൻ്റെ പ്രവൃത്തിയിൽ രണ്ടുപേർക്കും ഒരുപാട് വിഷമം തോന്നി. ലച്ചുവും കഴിക്കുന്നത് മതിയാക്കി റൂമിലേക്ക് പോയി. അവനവിടേക്ക് നോക്കിയിട്ടും കാണാൻ പറ്റിയില്ല. അവൾ ബാൽക്കണിയുടെ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ട് അവൾ അവിടേക്ക് പോയി. അവൻ അവിടെ ഇരുന്ന് ലാപ്പിൽ നോക്കുമായിരുന്നു. കണ്ണേട്ടാ? കണ്ണേട്ടാ, എന്താടി മനുഷ്യനെ വർക്ക് ചെയ്യാനും സമ്മതിക്കില്ലേ? നാശം. അതും പറഞ്ഞവൻ അവിടെ നിന്നും പോയി. അവൾ അവൻ്റെ വാക്കുകൾ കേട്ട് തകർന്നു പോയി. അവൾ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്താരോ വന്നിരുന്നത് കണ്ട് അവൾ മുഖത്തുനിന്ന് കൈയെടുത്തു. തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നെ ഒഴിവാക്കി പോവല്ലേ കണ്ണേട്ടാ, എനിക്കാരുമില്ല, ഞാൻ തനിച്ചാണ്. വിക്ക് കൊണ്ട് അവൾ അവനോട് പറഞ്ഞു. എൻ്റെ പെണ്ണ് ഇത്രയേ ഉള്ളൂ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, വാ. അത് പറഞ്ഞ് നാദ് അവളെയും കൂട്ടി ബെഡിൽ പോയിരുന്നു. മുഖം കഴുകി വാ. നാദ് അങ്ങനെ പറഞ്ഞതും അവൾ ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്ന് അവൻ്റെ അടുത്തിരുന്നു. അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി. ഇനി പറ, എന്താ എൻ്റെ പ്രശ്നം? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ എങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കിടന്നു? അവൾ അനുഭവിച്ചത് മുതൽ ചെറിയമ്മ അവളോട് ചെയ്തതും ഇവിടം വരെ എത്തിയതുമെല്ലാം അവനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവൻ്റെ കഴുത്തിലെ പച്ചഞ്ഞെരുമ്പുകൾ വലിഞ്ഞു മുറുകി. അവരോടുള്ള പക അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു ജീവിതം തുടങ്ങാം. അത് പറഞ്ഞവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. മതിവരുവോളം അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവൻ്റെ പേര് കേട്ടതും അവൻ്റെ ശരീരം വിറച്ചു. ഗോകുലേട്ടാ, ഹലോ. അവനൊരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവൻ ഫോൺ വെച്ച് രാഹുലിനെ വിളിച്ചു പോയിരുന്നു. എടാ, നീ അറിഞ്ഞോ ആ പെണ്ണ് അവൻ്റെ കൂടെയാണ് പോയത്? ആടാ, ഞാൻ അറിഞ്ഞു. ആ നായിൻ്റെ മോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ആ നാദ്, അവൻ എങ്ങനെ ഇവളെ അറിയും? എനിക്ക് അങ്ങനെ അറിയാനാ? അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഓക്കെ എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ഇതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അത് പറഞ്ഞവർ രണ്ടുപേരും ഫോൺ വെച്ചു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഗോകുൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എടി ലക്ഷ്മി, നിന്നെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഊർമിള സമ്മതിക്കില്ല. നിന്നെ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ടുവരും. അവർ ആർത്ത് വിളിച്ച് റൂമിലിരുന്നു. സാധനങ്ങളെല്ലാം നിലത്തേക്കെറിഞ്ഞു. അവൻ ഏത് കൊമ്പത്തെ ആളായിരുന്നാലും വേണ്ടില്ല, അവനെ ഇല്ലാതാക്കി നിന്നെ എൻ്റെ അടുത്ത് തന്നെ എത്തിക്കും. നീ ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും, എൻ്റെ അടുത്തുനിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച്. ആ സന്തോഷം അധികം നാളുണ്ടാവില്ല. അത് ഇല്ലാതാക്കാൻ എനിക്കറിയാം. അമ്മയുടെ രൗദ്രഭാവം കണ്ടപ്പോൾ പേടിച്ചു. തൻ്റെ അമ്മയെ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അവൻ അവിടെ നിന്നും ഓടിപ്പോയി ഫോണെടുത്ത് ഗായത്രിക്ക് വിളിച്ചു. ഹലോ ചേച്ചി. ആടാ അപ്പു, പറ. ലച്ചു ചേച്ചി. അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? നിന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ഇനിയെങ്കിലും അവൾക്ക് സന്തോഷത്തോടുള്ള ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. പാവം, ഒരുപാട് അനുഭവിച്ചു. ഇനിയും അതിനെ പരീക്ഷിക്കല്ലേ ഭഗവാനെ. എൻ്റെ ചേച്ചി, എനിക്കൊന്നും മനസ്സിലായില്ല. അവളെല്ലാം അവനോട് പറഞ്ഞു. അത് ചേച്ചി, എനിക്ക് ആ ഏട്ടനെ കാണാൻ പറ്റുമോ? അതെനിക്കറിയില്ല. അവളിവിടെയല്ലല്ലോ, നാട്ടിലേക്ക് വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ അവർ നാട്ടിലേക്ക് വരില്ലേ? അവരൊക്കെ വലിയ നിലയിലുള്ളവരല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ അവരെ കാണാൻ പോകും? അപ്പോൾ ചേച്ചി എന്നെ മറക്കുമോ? അതപ്പോ നീ അത് ചിന്തിച്ചു നിൽക്കേണ്ട. അവൾ ആരെ കാണാൻ വന്നില്ലെങ്കിലും നിന്നെ കാണാൻ അവൾ ഉറപ്പായും വരും. ഗായു അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ്റെ മുഖം തെളിഞ്ഞത്. എന്നാൽ ശരി ചേച്ചി, അമ്മയ്ക്കും ചേച്ചിക്കും ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. നമ്മൾ സംസാരിക്കുന്നത് കണ്ട കൂടുതൽ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ശരി ചേച്ചി, വെക്കട്ടെ. ഓക്കേടാ അപ്പു. ഫോൺ വെച്ച് തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും അവൻ പേടിച്ചു വിറച്ചു. അവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളുമായി പൊതിഞ്ഞു. അവൻ ആദ്യം അവളുടെ മേൽ ചുണ്ട് നുണഞ്ഞു. മതിവരുവോളം അവൻ്റെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു. പിന്നെ അവിടെ നിന്ന് മാറി താഴെ ചുണ്ടിലേക്ക് ചേക്കേറി. പിന്നെ മൊത്തമായി അവൻ അവളുടെ ഇരു ചുണ്ടുകളും നുണഞ്ഞു. രക്തത്തിൻ്റെ രുചി അറിഞ്ഞപ്പോഴാണ് അവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചത്. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. എന്നിട്ട് അവൻ വിളിച്ചു, ശ്രീ. അതിനവളൊന്ന് മൂളി.
നീ എന്നാണോ എന്നെ മനസ്സുകൊണ്ട് പൂർണ്ണമായും സ്വീകരിക്കുന്നത്, അന്ന് മാത്രമേ ഞാൻ നിന്നെ പൂർണ്ണമായും എൻ്റേത് മാത്രമാക്കുകയുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കെൻ്റെ നാട്ടിലേക്ക് പോയാലോ? അവിടെ നിന്നെ കാണാൻ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അത് കേട്ടതും അവൾ ഞെട്ടിപ്പോയിരുന്നു. നാട്ടിലേക്ക് പോയാൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുമോ എന്നായിരുന്നു അവളുടെ മനസ്സിൽ. ശ്രീ, അവൻ വീണ്ടും അവളെ വിളിച്ചു. നീ ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? നീ എന്താ അതിന് മറുപടി പറയാഞ്ഞത്? അവൾ എന്തു പറയുമെന്ന് വിചാരിച്ചിരുന്നു. നീ ഒന്ന് വേഗം പറയുന്നുണ്ടോ? കുറേ നേരമായി നിന്നോട് പറഞ്ഞു തുടങ്ങിയിട്ട്. നീ ഞാൻ ചോദിച്ചതിന് മറുപടി തരുമോ? മനുഷ്യൻ്റെ സമയം വെറുതെ കളയാൻ. അവൻ അത് പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. എനിക്ക് പേടിയാണ് കണ്ണേട്ട നാട്ടിലേക്ക് പോവാൻ. എന്നെ ചെറിയമ്മയുടെ അടുത്തെത്തിച്ചാൽ പിന്നെ എൻ്റെ ജീവൻ പോലും ഉണ്ടാവില്ല. അത് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. എടി മണ്ടി, നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാമെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ തറവാട്ടിലേക്ക്. എൻ്റെ പെണ്ണല്ലേ, അങ്ങനെ ഉപേക്ഷിക്കാനാണോ നിന്നെ എൻ്റെ പെണ്ണായി എടുത്തത്? പറ, നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? എനിക്കെന്നും കൂട്ടായി എൻ്റെ പെണ്ണ് മതി. ഈ ചെകുത്താൻ്റെ മാലാക പെണ്ണായി എന്നും എൻ്റെ പെണ്ണ് മാത്രം മതി. അത് പറഞ്ഞാൻ അവളെ പുണർന്ന് നെറ്റിയിൽ ഉമ്മ വെച്ചു. വാ, അകത്ത് പോവാം. അത് പറഞ്ഞവൻ അവളെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. എടാ പൊന്ന മക്കളെ, നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം? അവനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയാണ് അവനെ അവിടെ എത്തിക്കാൻ പറഞ്ഞത്. ഇപ്പം എന്തായി? അവനൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ആ പെണ്ണിനെ അവൻ്റെ ഒപ്പം കിടത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപേക്ഷിച്ച് ബാക്കി അവൻ്റെ തലയിലിടാനാണ് ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോൾ അവൻ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ആ പെണ്ണിനെയും നഷ്ടമായി. നിങ്ങളെയൊക്കെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ഇങ്ങനെയൊക്കെ വരൂ. എനിക്ക് ആ പെണ്ണിനെ എൻ്റെ അടുത്ത് കിട്ടണം. അവളെ കൊന്നിട്ട് അത് അവൻ്റെ തലയിലാവണം. നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പോ, എൻ്റെ മുന്നിൽ നിന്നും പോവാൻ അയാൾ അവരോട് അലറി പറഞ്ഞു. ഡാഡി വിഷമിക്കാതെ. അവനെ ആ നാദ് ഡാഡിയേക്കാളും പകയുണ്ട് എനിക്ക് അവനോട്. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് എന്നെ നാണം കെടുത്തിയത്. അതൊന്നും ഈ ജോൺ മറന്നിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് എന്നെ പൊട്ടിയെ പോലെ തല്ലി ചതച്ചത്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരവസരത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് പറഞ്ഞവൻ കയ്യിലുണ്ടായിരുന്ന മദ്യം ഒറ്റവലിക്ക് കുടിച്ചു. അത് ഓർക്കും തോറും അവൻ്റെ കണ്ണുകളിൽ നാദിനോടുള്ള പക കത്തിജ്വലിച്ചു. ഇച്ചായ, വാ. അവൻ്റെ പെങ്ങൾ ജെനി അവനെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ കണ്ട് പ്രതികരിക്കാനാവാതെ ഒരമ്മ അവിടെ നോക്കി നിന്ന് പൊട്ടിക്കരഞ്ഞു. അവർ അവിടെ നിന്നും എഴുന്നേറ്റ് അബ്രഹാമിൻ്റെ കഴുത്തിൽ പിടിച്ചു. നിങ്ങൾ ഒറ്റ ഒരുത്തന എൻ്റെ മകളെ ഈ നിലയിലാക്കിയത്. അവരിപ്പോൾ സഹോദരങ്ങളെ പോലെയല്ല കഴിയുന്നത്. ഛേ, എനിക്ക് പറയാൻ തന്നെ നാണം തോന്നുന്നു. എൻ്റെ മക്കൾക്ക് മദ്യവും കഞ്ചാവും കൊടുത്ത് ഇത്രയും വഷളാക്കിയത് നിങ്ങളൊരാളാ. ഇപ്പോൾ പെണ്ണും, അതും സ്വന്തം പെങ്ങൾ. എനിക്ക് അറപ്പ് തോന്നുകയാണ് നിങ്ങളോട്. അതും പറഞ്ഞ് അവളുടെ അമ്മ മേരി അയാളുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തു. അപ്പോൾ തന്നെ അബ്രഹാം മേരിയുടെ കഴുത്ത് പിടിച്ച് ഭിത്തിയിൽ തിരിച്ചു. മിണ്ടാതെ നിന്ന നിനക്ക് കൊള്ളാം. എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യത്തിൽ നീ നോക്കാൻ വന്ന മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് നല്ലത്. നിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ വരുന്നില്ല. ഈ പിടിയൊന്ന് മുറുക്കിയാൽ മതി, തീരും നിന്റെ ജീവൻ. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ മിണ്ടാതെ നിന്നോ. അത് പറഞ്ഞ് അയാൾ കഴുത്തിൽ നിന്നും കൈയെടുത്തു. മേരി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അപ്പോഴാണ് അടുത്ത റൂം തുറന്നൊരു പെണ്ണ് അയാളെ വിളിച്ചത്. ഒരു പെറ്റിക്കോട്ട് മാത്രം ധരിച്ച് അവളുടെ എല്ലാം പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. ഹേയ് ഡാർലിംഗ്, കം. അത് പറഞ്ഞ ആ പെണ്ണ് അയാളെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി വാതിൽ പൂട്ടി. ഇതൊക്കെ കണ്ട് മേരി പൊട്ടിക്കരഞ്ഞ് നിലത്തേക്ക് വീണു. തൻ്റെ ഭർത്താവും മക്കളുടെയും അവസ്ഥ ആലോചിച്ച് അവർ മുഖം പൊത്തി കരഞ്ഞു. നാഥ്, എന്തായി നാട്ടിലേക്കുള്ള പോക്ക്? അവൾ സമ്മതിച്ചോ? ഒരുവിധം പറഞ്ഞ് സമ്മതം മൂളിയിട്ടുണ്ട്. അവർ ഓഫീസിലെ വർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് സംസാരിച്ചിരുന്നത്. ഹരി അവൻ്റെ ഓഫീസ് റൂമിൽ നിന്നും ഒരു ഫയൽ എടുക്കാൻ പോയതും അവൻ്റെ ഫോൺ അടിച്ചതുമൊപ്പം അവൻ ആ ഫോൺ എടുത്തു. ഹലോ, ആരാ? എൻ്റെ ഗണപതി. അതും പറഞ്ഞ ആ കോള് കട്ടായി. അവൻക്ക് സംശയം തോന്നി. ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതും ആലോചിച്ച് നാദിരുന്നു. ആ സൗണ്ടിൻ്റെ ഉടമസ്ഥൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹരി അവിടേക്ക് വന്നത്. ഡാ നാഥ്, നീ എന്താ സ്വപ്നം കണ്ട് നിൽക്കുവാണോ? നീ എന്താ ഹരി പറഞ്ഞത്? നീ ഇവിടെയൊന്നുമല്ലേ? എടാ, നിന്റെ ഫോണിൽ ആരോ വിളിച്ചിരുന്നു. ഇപ്പോഴാ കോൾ വരുന്നുണ്ടല്ലേ? ഓ, അത് വല്ലാത്ത ശല്യമായിരുന്നു. ഉറക്കത്തിൽ വരെ വിളിക്കും. ഇപ്പൊ കുറച്ചായി വിളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്പർ ബ്ലോക്കാക്കും. വേറെ നമ്പർ എടുത്ത് പിന്നെയും വിളിക്കും. നാഥ് അതിനൊന്ന് മൂളി. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. വേണ്ടമ്മേ, എന്നെ തല്ലരുത്, അവൻ കൈകൊണ്ട് തടഞ്ഞു പറഞ്ഞു. ഓർക്കോടാ ഭ്രാന്ത്, നീ എന്താടാ പറഞ്ഞത്? നീ ആർക്കാ വിളിച്ചത്? പറയടാ. നീയാണോ അവളെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചത്? അത് പറഞ്ഞ് ഊർമിള അപ്പുവിനെ ബെൽറ്റ് കൊണ്ട് തല്ലി.
എനിക്കറിയില്ല അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. താഴെന്തോ ബഹളം കേട്ട് ഋതിക താഴേക്ക് വന്നു. അപ്പുവിനെ അടിക്കുന്ന ഊർമിളയെയാണ് കാണുന്നത്. അവൾ ഓടിച്ചെന്ന് ഊർമിളയുടെ കയ്യിൽ നിന്നും ബെൽറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞു. എന്ത് ഭ്രാന്താണമ്മേ കാണിക്കുന്നത്? അവനെ തല്ലിയാൽ അവൾ തിരിച്ചു വരുമോ? പറ. ദേഷ്യത്തിൽ അവൾ അവിടെ നിന്നും അലറി. എന്താ അപ്പു, നിനക്ക് അമ്മയുടെ ദേഷ്യം അറിയില്ലേ? എന്നിട്ട് എന്തിനാ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് നീ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല ചേച്ചി, അമ്മ എന്തിനാ അടിച്ചതെന്ന് എനിക്കറിയില്ല. നീ വല്ലതും കഴിക്ക്. ആ പെണ്ണുണ്ടായിരുന്നെങ്കിൽ കഴിക്കാൻ വന്നാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കണം. വാ ചേച്ചി, ഞാൻ ഉണ്ടാക്കി തരാം. ലച്ചു ചേച്ചി എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിനക്കറിയുന്നത് വെച്ച് ഉണ്ടാക്കാം. അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഊർമിള ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് അവരുടെ ഫോൺ അടിച്ചത്. അവൾ അതെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ആരാ? ഊർമി, ഇത് ഞാനാണ്, ശേഖരൻ. നിന്നെ ഒന്ന് കാണാൻ കൊതിയാകുന്നു പെണ്ണെ. ഞാൻ ഇന്ന് രാത്രി വരട്ടെ? ഇനി ഇവിടെ പേടിക്കാൻ ആരുമില്ല, എപ്പോഴും വന്നാൽ മതി. നീ ഇന്ന് നല്ലതുപോലെ ഒരുങ്ങണേ. എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണം. കുറേയായി നിന്നെ കണ്ടിട്ട്. ഓ ശരി ശേഖരേട്ടാ. അപ്പവും മൃദുവും ഉച്ചത്തേക്ക് ഉണ്ടാക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. അവൾ ഫോണെടുത്ത് പേര് നോക്കിയതും ഞെട്ടി. അപ്പു, ഞാൻ ഇപ്പോൾ വരാം, എന്നിട്ടുണ്ടാക്കാം. അത് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അവളുടെ ഫോൺ അടിച്ച് നിന്നിരുന്നു. വീണ്ടും ഫോൺ റിങ് ചെയ്തപ്പോൾ അവളെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ ഗോകുലേട്ടാ, പറ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, എന്നോട് ദേഷ്യം തോന്നരുത്. അത് സാരമില്ല ഋതു, നീ എൻ്റെ പിണക്കം മാറ്റാനേ എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് ഒന്ന് തന്നാൽ മതി. ഞാൻ ചോദിച്ചത് തരുമോ? എന്താ ഗോകുലേട്ടാ? ഏട്ടൻ ചോദിച്ചാൽ ഞാൻ എന്തും തരും. എന്നാലേ ഇന്ന് രാത്രി വന്നാൽ നിന്നെ മുഴുവനായി എനിക്ക് തരുമോ? അത് ഗോകുലേട്ടാ, നമ്മുടെ വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുന്നേ. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? ഓക്കെ, നിനക്കിഷ്ടമല്ലെങ്കിൽ വരുന്നില്ല. അതും പറഞ്ഞവൻ ഫോൺ വെച്ചതും. മോശമായോ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയണ്ടായിരുന്നു. അത് പറഞ്ഞവൾ തിരിച്ചു വിളിച്ചു. ആ, ഏട്ടൻ്റെ ആഗ്രഹം പോലെ ഇന്ന് രാത്രി വാ, ഞാൻ കാത്തിരിക്കാം. അവൻ്റെ മുഖത്ത് വശ്യതയോടെ ഒരു ചിരി വിരിഞ്ഞു. അവൾ ബാൽക്കണിയിലുള്ള സോഫയിലിരുന്ന് ആകാശത്തേക്ക് നോക്കി. നാദ് റൂമിലേക്ക് വന്നപ്പോൾ അതാണ് കണ്ടത്. അവൻ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് വന്ന് അരയിലൂടെ അവൻ്റെ കൈ ചേർത്ത് തന്നോട് അടുപ്പിച്ച് എന്നിട്ട് അവളുടെ ചെവിയുടെ അകത്തേക്ക് അവൻ്റെ ചുണ്ടുകൾ കൊണ്ടുപോയി പറഞ്ഞു. ശ്രീ, നീ ആരെ സ്വപ്നം കണ്ട് നിൽക്കുക? അവൻ്റെ നിശ്വാസം തട്ടിയതും അവളുടെ ശരീരത്തിലൂടെ ഒരു തരം കരണ്ട് പാസ് ചെയ്തു. അവൾ അവനിലേക്ക് കൂടുതൽ അടുത്ത് നിന്ന് അവൻ അവളുടെ പിടിച്ച് സോഫയിലിരുന്നു. എന്താ എൻ്റെ പെണ്ണിന് പറ്റിയത്? എന്നോട് പറ. നിനക്ക് എന്തും എന്നോട് പറയാം, പറടാ. ഇന്നെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്. അവരാണ് കണ്ണേട്ട ആ തെളിഞ്ഞു പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ. അത് പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എൻ്റെ പെണ്ണെ, നീ കരയാതെ. അവരിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. തൻ്റെ മകൾ ഇന്ന് സന്തോഷവതിയാണ് എന്ന്, നല്ലൊരു ജീവിതം തൻ്റെ മകൾക്ക് കിട്ടിയതെന്നോർത്ത്. ശരിയാണ് കണ്ണേട്ടൻ പറഞ്ഞത്. ഇത്രയും വർഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്ന നക്ഷത്രത്തെ കാണുന്നത്. അവൾ അതിലേക്ക് നോക്കി പറഞ്ഞു. ഇനി വാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇനിയും ഇവിടെ ഇരുന്ന മഞ്ഞുകൊള്ളും. വാ, അകത്തേക്ക് പോവാം. അവൻ അവളെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി. ഇത് കണ്ടതും ആ 2 നക്ഷത്രങ്ങൾ കൂടുതൽ ഭംഗിയോടെ തിളങ്ങി. ശ്രീ, നിന്റെ മുഖം ഇപ്പോഴും തെളിഞ്ഞില്ലേ? ഇനി എന്തെൻ്റെ പെണ്ണിന് വേണ്ടത്? അത് പറഞ്ഞ് ഞാൻ അവളെ ബെഡിലിരുത്തി. എനിക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നു കണ്ണേട്ട. എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചു. എന്നെ പ്രസവിച്ചതിന് ശേഷമാണ് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ എവിടെ? അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം പ്രണയമായിരുന്നു. അമ്മയുടെ ബന്ധുക്കൾ വലിയ നിലയിലുള്ളവരാ. അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹത്തിന് സമ്മതമില്ല. അങ്ങനെ അവർ അറിയാതെ അവർ ആ നാട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചു. പിന്നെ അവർ അവരെ അന്വേഷിച്ചു പോയില്ല. അവരെ അന്വേഷിച്ച് ആരും വന്നതുമില്ല. ഇത്രയ്ക്ക് എനിക്കറിയൂ. ഇതൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതാണ്. ഇതിൽ കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ അമ്മയുടെ കൂട്ടുകാരിയെ തന്നെ ആ നാട്ടിലുള്ളവർ നിർബന്ധിച്ചു കെട്ടിച്ചു. അവർ എന്നെ നല്ലതുപോലെ തന്നെ നോക്കിയിരുന്നത്. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളായപ്പോൾ എന്നെ അവർക്ക് പിന്നെ കണ്ണിൽ പിടിക്കാതെയായി. വിവാഹത്തിനു ശേഷമാണ് അറിഞ്ഞത് അവർക്ക് വേറെ ആരുമായോ ബന്ധമുണ്ടെന്ന്. എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ണേട്ട. ഇതിലെന്തൊക്കെയോ കളികളുണ്ട്. അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് ശ്രീ. നീ ഇപ്പോൾ കിടക്ക്. അതും പറഞ്ഞ് നാഥ അവളെ തൻ്റെ നെഞ്ചിൽ കിടത്തി. അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവൻക്ക് എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ ഉള്ളിലെ സംശയങ്ങൾ അവളോട് പറഞ്ഞ് അവളെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവനൊന്നും മിണ്ടാതെ കിടന്നു. ഇതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ കണ്ടുപിടിക്കണം. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം.
എല്ലാത്തിനും ഒരു അവസരമുണ്ടാകും. അവരുടെ മരണം അതെങ്ങനെയാണ്, അത് കണ്ടുപിടിക്കാം. അതിന് കൂട്ടുനിന്നവർ, ഇതിൻ്റെ ഇടയിൽ കളിച്ചവർ ഇപ്പോൾ സന്തോഷിച്ച് നടക്കട്ടെ. അവർക്കുള്ളതായി വിധിയുമായി ഭൈരവനാഥ് വരുന്നുണ്ട്. അതുവരെ അവർ ആഘോഷിച്ച് നടക്കട്ടെ. അതിനുള്ള സമയം അടുത്തു തുടങ്ങി. അന്ന് അപ്പുവിന് അവർ ഫുഡൊക്കെ കൊടുത്തു. വേഗം കിടത്തി. അവനുള്ള പാലിൽ അവർ ഉറക്കുഗുളികയിട്ടു. ഹൃതിക വേഗം തന്നെ മുകളിൽ പോയി വേഗം കിടന്നുറങ്ങി. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഈശ്വര, ഏട്ടൻ വരുന്നത് അമ്മ കണ്ട എനിക്ക് പേടിയാകുന്നുണ്ട്, അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. അവൾ ഫോൺ എടുത്ത് നോക്കിയതും ഗോകുൽ എന്ന നെയിം കണ്ടതും അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ ഗോകുലേട്ടാ. പിന്നെ മുകളിൽ പുറത്തേക്കുള്ള ഡോറ് തുറക്ക്, ഞാൻ അവിടെയുണ്ട്. അവൾ ശബ്ദമുണ്ടാക്കാതെ മുകളിലെ പുറത്തേക്കുള്ള ഡോറ് തുറന്നു കൊടുത്തു. അപ്പോൾ തന്നെ അവൻ അകത്തേക്ക് വന്നു. അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. എന്താടി പെണ്ണേ? അമ്മ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോവണം. അത് ശരി, അതിനാണോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി നിന്റെ അടുത്തേക്ക് വന്നത്? അത് പറഞ്ഞവൻ പിണങ്ങിയതുപോലെ അഭിനയിച്ച് അവൻ വാതിലിൻ്റെ അടുത്തേക്ക് പോയി. അയ്യോ ഗോകുലേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് പറഞ്ഞവൾ അവനെ കെട്ടിപ്പിടിച്ചു. സോറി ഗോകുലേട്ടാ, ഇനി ഇങ്ങനെയൊന്നും പറയരുത്. അതും പറഞ്ഞവർ അവളെ കെട്ടിപ്പിടിച്ചു. ഋതു, നിന്നെ എനിക്ക് കണ്ടിട്ട് കൊതി തീർന്നില്ല, അതല്ലേ ഞാൻ വന്നത്. എൻ്റെ പെണ്ണെ, എനിക്ക് കാണാൻ കാണിച്ചു തരില്ലേ? അവളൊന്നും മിണ്ടാതെ നിന്നു. പറവണ്ണേ, നിന്നെ എനിക്ക് കാണിച്ചു തരില്ലേ? ആ, അവൾ അതും പറഞ്ഞ് തലയാട്ടി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെ വായിലാക്കി നുണഞ്ഞു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അതിരങ്ങളെ അവൻ മോചിപ്പിച്ചു. ഋതു, ഇത് നിനക്കിടാൻ വേണ്ടി കൊണ്ടുവന്നതാ, ഇതിട്ടിട്ട് വാ പെണ്ണേ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവളത് വാങ്ങി ബാത്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അവൻ ക്യാമറ സെറ്റാക്കി വെച്ചു. അവളുടെ അമ്മ ഊർമിളയ്ക്ക് പിന്നെ പേടിയൊന്നുമില്ല. അയാളടുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയായിരുന്നു. അപ്പോഴാണ് അവരുടെ ഫോൺ അടിച്ചത്. ശേഖരേട്ടാ. ഊർമി, വാതിൽ തുറക്ക്. അയാൾ അങ്ങനെ പറഞ്ഞതും അവൾ പോയി വാതിൽ തുറന്നു. അവൾ നല്ല മൂഡിലാണെന്ന് മനസ്സിലായതും അയാൾ അവളുടെ ബാക്കിൽ പിടിച്ചു. അകത്തേക്ക് വാ, എന്നിട്ടാവാം. അത് പറഞ്ഞ് ഊർമിള വാതിലടച്ചു. അയാളെ വിളിച്ച് റൂമിലേക്ക് പോയി. അവർ തന്നെ സാരി വലിച്ചൂരി ബ്ലൗസും ഊരി മാറ്റി നഗ്നമായ മാറിലേക്ക് അയാളുടെ മുഖം പൊഴുതി. പെട്ടെന്ന് അവളുടെ മേനിയിൽ അമർന്നു. അവർ രണ്ടുപേരും ആവേശത്തോടെ തുടങ്ങി. മോളിൽ വെച്ചു. അവൾ പതുക്കെ കണ്ണു തുറന്നു. അമ്മേ, അച്ഛ, എന്തിനാ ഞങ്ങളുടെ കാന്താരി കരയുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങളെന്തിനാ അച്ഛേ എന്നെ ഒറ്റക്കാക്കി പോയത്? എന്നെയും കൊണ്ട് പോയിക്കൂടായിരുന്നു. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ മോൾ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് ഇവനെ പോലെ ഒരു നല്ല പയ്യനെ എൻ്റെ മോൾക്ക് കിട്ടുമായിരുന്നു. പറ. അത് ശരിയാണമ്മേ. നീ ഇനിയും കുറേ സത്യങ്ങൾ അറിയാനുണ്ട് ലച്ചു. ഞങ്ങൾ സംഭവിച്ചത് നീ അറിയണം. അതിന് നിനക്ക് തന്ന നിധിയാണിവൻ. ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇനി എൻ്റെ മോളുടെ കണ്ണ് നിറയരുത്. എപ്പോഴും ചിരിച്ചു നിൽക്കണം. എന്നാലും നിങ്ങളില്ലാതെ. അതൊന്നും സാരമില്ല, ഞങ്ങൾ പോവുക. എൻ്റെ കുട്ടി വിഷമിക്കരുത്. ഞങ്ങളുടെ അനുഗ്രഹം എൻ്റെ കുട്ടിക്ക് എപ്പോഴും ഉണ്ടാകും. അതും പറഞ്ഞ് അവളുടെ അച്ഛൻ അവളുടെ തലയിൽ തലോടി. ഇനിയും എൻ്റെ മോളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്ന ഈ അച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല. ഇനി കരയതെൻ്റെ കുട്ടി. അതും പറഞ്ഞ് അവർ പെട്ടെന്ന് മാഞ്ഞു പോയി. അമ്മ, എന്നെയും കൊണ്ടുപോ. എന്നെ തനിച്ചാക്കി പോവല്ലേ, ഞാനുണ്ട് നിങ്ങളുടെ ഒപ്പം. അച്ഛാ. അത് പറഞ്ഞവൾ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയെണീറ്റു. ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി. അവളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത്. അവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ചുറ്റിനും കണ്ണുകൊണ്ട് തിരയുന്ന തൻ്റെ പെണ്ണിനെ. നീ എന്താ ശ്രീ നോക്കുന്നത്? നീ ആരെയാ തിരയുന്നത്? കണ്ണേട്ട, എൻ്റെ അമ്മയും അച്ഛനും അവിടെയുണ്ട്. അവനോട് പറയുമ്പോഴും അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നീ എന്തൊക്കെയാ പെണ്ണെ പറയുന്നത്? നിന്റെ അച്ഛനും അമ്മയും ഇവിടെ എങ്ങനെ വരാനാണ്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല, അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ തലയിൽ തലോടി കുറേ നേരം സംസാരിച്ചു. പിന്നെ ഒരു പുകയാണ് കണ്ടത്. നിനക്ക് തോന്നിയതാവും പെണ്ണെ. നീ വാ, നമുക്ക് കിടക്കാം. അത് പറഞ്ഞ് ഞാൻ അവളെ പിടിച്ചു കിടത്തിയതും എന്നെ വിട്, അവർ അവിടെയുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോവട്ടെ. അവൻക്ക് അവളുടെ പ്രവൃത്തി കണ്ട് ദേഷ്യം വന്നു. നിന്നോടല്ലേ ലക്ഷ്മി അവിടെ ആരുമില്ലെന്ന് പറഞ്ഞത്? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മരിച്ചവരെങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? അവൻ ദേഷ്യത്തിൽ അവളോട് അലറി. അവൾ പേടിച്ച് കട്ടിൽ കിടന്നു. അവനും അവളുടെ അടുത്തായി കിടന്ന് കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തേങ്ങൽ കേട്ടു. കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ചുരുണ്ട് കൂടി കിടന്ന് തേങ്ങുന്ന തൻ്റെ പെണ്ണിനെ. അത് കണ്ടതും അവന് സങ്കടം തോന്നി. അവൾ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളെ അവൻ ഒരു കൈകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു. ശ്രീ, പെണ്ണെ, നീ കരയാതെ.
നീ ഇങ്ങനെ കരഞ്ഞ എനിക്ക് സഹിക്കില്ല പെണ്ണേ. സോറി, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിക്കടി. എന്നെ ഒന്ന് തല്ലിക്കോ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നിന്റെ സങ്കടം എനിക്ക് കാണണ്ട. കണ്ണേട്ട, എനിക്കൊരു സങ്കടവും ഇല്ല. ഞാനിനി കരയില്ല, പോരെ? അവൾ കണ്ണുകൾ തുടച്ച് അവനോട് പറഞ്ഞു. അവൾ അവനെയും അവൻ അവളെയും കെട്ടിപ്പിടിച്ചുറങ്ങി. ആദ്യം കണ്ണു തുറന്നത് ലച്ചുവായിരുന്നു. അവൻ അവളുടെ നെഞ്ചിൽ നിന്നും തല പതുക്കെ എടുത്ത് ഷെൽഫിൽ നിന്നും ഒരു ബ്ലൂ കളർ സാരി എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൾ ഫ്രഷായി വന്നിട്ടും അവൻ ഉണർന്നിട്ടില്ലായിരുന്നു. അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് തലയിലെ തോർത്തഴിച്ചു മാറ്റി മുടി ചീകി മെടഞ്ഞ് നെറ്റിയിൽ സിന്ദൂരമിട്ട് അവൾ അവൻ്റെ അടുത്ത് പോയി കവളിൽ പതിയൊരു ചുംബനം കൊടുത്ത് അടുക്കളയിലേക്ക് പോയി. അവൻ കള്ളച്ചിരിയോടെല്ലാം ആസ്വദിച്ച് കിടന്നു. അവൾ അടുക്കളയിലേക്ക് പോയി അവനുള്ള ഗ്രീൻ ടീയും എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും അവൻ ഉണർന്ന് വർക്കൗട്ട് റൂമിലേക്ക് പോയിരുന്നു. അവൾ ബെഡ്ഷീറ്റ് നേരെയാക്കി വിരിച്ചപ്പോഴാണ് അവളുടെ സാരിയുടെ വിടവിലൂടെ കാണുന്ന വയറിന് തൻ്റെ പ്രാണന്റെ സ്പർശനം അവൾ അറിഞ്ഞത്. അവൻ അവളെ തൻ്റെ നേരെയാക്കി അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖമടുപ്പിച്ചു. അവളുടെ ചെവിയിൽ പറഞ്ഞു, ഇന്നെൻ്റെ പെണ്ണിനെ കാണാൻ എന്നത്തേക്കാളും നല്ല ഭംഗിയുണ്ട് പെണ്ണേ. അത് പറഞ്ഞാൻ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി വന്നതും അവൾ അവനെ പിടിച്ചു തള്ളി മാറ്റി. ആദ്യം പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ, എന്നിട്ടാവാം ഈ റൊമാൻസ്. അത് പറഞ്ഞവനെ ബാത്റൂമിലേക്കാക്കി അവൾ അവിടെ നിന്നും പോയി. തമ്പി എന്തോ ചിന്തയിലിരിക്കുമ്പോഴാണ് അവരുടെ വീടിൻ്റെ വാതിൽ മുട്ടുകേട്ടത്. ഏട്ടാ, ആരാണെന്ന് വന്ന് നോക്കിക്കേ. ആ, ഞാൻ നോക്കാം. അത് പറഞ്ഞ് തമ്പി ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അയാളിൽ പേടി നിറഞ്ഞു. നീ എന്താ തമ്പി എന്നെ കാണാത്തതുപോലെ ഇങ്ങനെ നോക്കുന്നത്? എടാ ബാല, നീയോ? നീ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ എന്താ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയത്? ഒന്നുമില്ലടാ, നീ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നി. അല്ല തമ്പി, നീ കുറേ നേരമായി പുറത്തേക്കൊക്കെ വന്നിട്ട്. ഇന്ദ്രൻ പറഞ്ഞു, അതാ ഞാൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. ഏയ് ഒന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. അതാ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അല്ല, എന്തോ കാര്യമുണ്ട്. നിന്റെ മുഖത്തു നിന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാൻ ഡോറിൽ മുട്ടുമ്പോൾ നീ പേടിച്ചാണ് വാതിൽ തുറന്നത്. അത് നിന്റെ മുഖത്ത് വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. അത് ബാല, പറയടാ. അത് പറഞ്ഞ് ഇന്ദ്രൻ അവിടേക്ക് വന്നു. നീയും ഉണ്ടോ? അല്ല, നീ പറയാൻ വന്ന കാര്യം പറ. അവനകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വൈശാലി വരുന്നത് കണ്ടതും അവൻ മിണ്ടാതെ നിന്നു. പുറത്തു നിൽക്കുന്നവരെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്താ ഏട്ടാ, അവരെ പുറത്ത് നിർത്തിയിരിക്കുകയാണോ? അകത്തേക്ക് വിളിക്കുന്നേ. ആ, ഞാൻ മറന്നു. അതും പറഞ്ഞ് തമ്പി അവരെ അകത്തേക്ക് വിളിച്ചു. അവർ രണ്ടുപേരും ഉള്ളിലേക്ക് കടന്നു. അപ്പോഴേക്കും വൈശാലി അവർക്കുള്ള കാപ്പിയുമായി വന്നിരുന്നു. എവിടെ ബാലേട്ട? സിന്ധു, അവളെ കണ്ടിട്ട് കുറേയായി. അവൾ വീട്ടിലുണ്ട്. രണ്ടുപേരും മക്കളെ കൂടി അങ്ങോട്ട് വാ. അല്ല ഇന്ദ്രേട്ടാ, അരുന്ധതിയുടെ മകൻ വന്നു. അവന് വിവാഹമൊന്നും വേണ്ടേ? ആ, അത് പറയാൻ മറന്നു. അവൻ്റെ വിവാഹം കഴിഞ്ഞു. അടുത്ത ആഴ്ച അവർ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കുറേയായി അവർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവൻ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഉണ്ണിയേട്ടനും കുടുംബവും അവനും മാത്രം എത്തിയിട്ടില്ല. ഉത്സവത്തിനെത്തിയാൽ മതിയായിരുന്നു. ആന്നോ? അവൻ്റെ വിവാഹം കഴിഞ്ഞു. എങ്ങനെയുണ്ട് പെൺകുട്ടി? അതിനവർ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാണ്. നിങ്ങളിവിടെ സംസാരിച്ചിരിക്ക്, ഞാൻ അടുക്കളയിലേക്ക് പോവട്ടെ, കുറേ പണിയുണ്ട്. അതും പറഞ്ഞ് വൈശാലി അവർ കുടിച്ച ഗ്ലാസ് എടുത്ത് അടുക്കളയിലേക്ക് പോയി. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? ബാലനത് പറഞ്ഞതും അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, നമുക്ക് പുറത്തേക്ക് പോകാം. അത് പറഞ്ഞ് തമ്പി അവളോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്താടാ തമ്പി കാര്യം പറ. അവൻ രാഘവൻ അവൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചതുമെല്ലാം പറഞ്ഞു. അത് കേട്ടതും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. എന്നിട്ടാണോ നീ മിണ്ടാതെ നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്, അവനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അയ്യോ വേണ്ട, അവൻ നിങ്ങളെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞ എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാക്കും. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ, അവനുള്ളത് നമുക്ക് വഴിയെ കൊടുക്കാം. അതും പറഞ്ഞവർ അവരുടെ വീട്ടിലേക്ക് പോയി. അവൻ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ കാണുന്നത് ബെഡ്ഷീറ്റ് എല്ലാം നേരെയാക്കുന്ന തൻ്റെ പെണ്ണിനെ. അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ നഗ്നമായി വിരിഞ്ഞ നെഞ്ചിൽ അവളെ ചേർത്തു നിർത്തി. പെണ്ണെ, ഇനി എനിക്കെല്ലാ അർത്ഥത്തിലും എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തമാക്കണമെന്നുണ്ട് നിന്നെ. അവനത് പറഞ്ഞതും അവളുടെ ശരീരം വെട്ടിവിറച്ചു. എന്താ പെണ്ണെ? ഒന്നുമില്ല ശ്രീ, ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ. അവൻ വീണ്ടും അത് പറഞ്ഞതും അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവളുടെ ശരീരം വെട്ടിവിയർക്കാൻ തുടങ്ങി. നീ എന്താ പെണ്ണെ, സ്വപ്നം കണ്ടു നിൽക്കുകയാണോ? നീ എന്താ ഇതും പിടിച്ച് നിൽക്കുന്നത്? അല്ല, ഞാൻ സ്വപ്നം കണ്ടതാണോ? ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത്? അല്ല കണ്ണേട്ടൻ ഇപ്പോഴാണോ കുളി കഴിഞ്ഞിറങ്ങിയത്? അവൾ അവനെ നോക്കിയപ്പോൾ കാണുന്നത് തലതുവർത്തുവാണ്. അതേലോ, ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ വന്നപ്പോൾ നീ ഇതും പിടിച്ച് നിൽക്കുന്നു. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അവൻ്റെ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഏയ് ഒന്നുമില്ല. അതും പറഞ്ഞവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി.
പൊട്ടിപ്പെണ്ണ്. അതും പറഞ്ഞവൻ ഡ്രസ്സ് മാറി ഹരിയുടെ അടുത്തേക്ക് പോയി. ഡാ ഹരി, നീ വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോകണം. എന്തിനാടാ? അതൊക്കെയുണ്ട്, നീ വേഗം റെഡിയായി വാ. അതും പറഞ്ഞ് നാദ് താഴേക്ക് പോയി. അപ്പോഴേക്കും ലച്ചു ഫുഡെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിൻ്റെ അടുത്ത് ചെയറിൽ നീക്കിയിരുന്നു. അപ്പോഴേക്കും ഹരിയും വന്നിരുന്നു. ലച്ചു അവർക്ക് 2 പേർക്കും വിളമ്പിക്കൊടുത്തു. നീ ഇവിടെ ഇരിക്ക് ശ്രീ, കണ്ണേട്ടൻ കഴിക്ക്, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ അവൻ്റെ അടുത്തിരുന്നു. അവൻ അവൾക്കൊരു പ്ലേറ്റ് എടുത്ത് അതിൽ ദോശയും കറിയും ഒഴിച്ചു കൊടുത്തു. അവൾ സന്തോഷത്തോടെ കഴിച്ചു. അവർ കഴിച്ചു കഴിഞ്ഞെണീറ്റ് കൈ കഴുകാൻ പോയി. ലച്ചു എഴുന്നേറ്റ് അവരുടെ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്കും. ശ്രീ, ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്, കുറച്ച് വൈകും വരാന്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല. നാദ് അവളോട് പറഞ്ഞു. അവർ 2 പേരും പുറത്തേക്ക് പോയി. അവർ ഓഫീസിലേക്ക് പോവാതെ അവൻ വേറെ വഴിയിലൂടെയാണ് പോയത്. ഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ നാദ്, ഓഫീസിലേക്കല്ലേ പോകുന്നത്? അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ കാറ് ബീച്ചിൻ്റെ അടുത്ത് നിർത്തി. ഇറങ്ങ്. അത് പറഞ്ഞ് നാദ് കാറിൽ നിന്നും ഇറങ്ങി. ഹരിയും അവൻ്റെ പുറകെ ഇറങ്ങി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഹരി അവനോട് ചോദിച്ചു. നീ വാ, നമുക്ക് അവിടെ ഇരിക്കാം. അത് പറഞ്ഞ് നാദ് അവിടെയുള്ള ഒരു ബെഞ്ചിൽ പോയിരുന്നു. അതിൻ്റെ അടുത്തായി ഹരിയും. ഡാ ഹരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്നെ എപ്പോഴും വിളിക്കുന്ന ആ പെൺകുട്ടി, അവളെ നിനക്ക് ഇഷ്ടമാണോ? നീ എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഫോണിൽ കൂടെ അറിയുന്ന പെൺകുട്ടി എങ്ങനെ സ്നേഹിക്കാനാണ്? അവളെ നിനക്കറിയും, ആ പെൺകുട്ടിക്ക് നിന്നെയും അറിയാം. അതാരാണ്? എൻ്റെ ചെറിയച്ഛൻ ശ്രീനാഥ് വർമ്മയുടെ മകൾ അതിഥിനാഥ് വർമ്മ. ആ പേര് കേട്ടതും അവൻ ഞെട്ടിത്തരിച്ചു. നീ എന്താ പറഞ്ഞത്? അവളോ എന്നെ വിളിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെങ്ങനെ എന്നെ? അത് വേണ്ട നാഥ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരുമോ? അതും എന്നെ പോലെ ഒരാൾക്ക്. അവൾ പറ്റുമോടാ? നീ എന്തൊക്കെയാ ഹരി പറയുന്നത്? നിനക്കിപ്പോൾ എന്താ കുറവ്? എൻ്റേതെല്ലാം നിനക്കുള്ളതാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? നിന്റെ വീട്ടുകാർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. വെറുതെ നീ അവളെ പറഞ്ഞ് പറ്റിക്കണ്ട. ഒന്നും ചിന്തിക്കാതെ ഞാൻ നിന്നോട് ഇങ്ങനെ പറയുമോ? എൻ്റെ തറവാട്ടിലുള്ളവർക്ക് ഒരെതിർപ്പുമില്ല. അവർക്കൊക്കെ പൂർണ്ണ സമ്മതമാണ്. ഇനി നിന്റെ തീരുമാനം അറിഞ്ഞാൽ മതി. അവൻ്റെ വാക്ക് കേട്ടതും ഹരിയുടെ കണ്ണുകൾ വിടർന്നു. നീ എന്താ പറഞ്ഞത് നാഥ്? അവർക്ക് സമ്മതമാണെന്നോ? അതെ, ഇനി എൻ്റെ പെങ്ങളെ നീ ചതിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ പൊന്നു മോനെ ഹരി, നിന്നെ കൊണ്ട് തന്നെ ഞാൻ അവളെ കെട്ടിക്കും. ഡാ, എനിക്കിത് വിശ്വസിക്കാമോ? പറയടാ. എനിക്കും അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു. നിങ്ങളൊക്കെ എന്ത് കരുതുമെന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ ഒന്നുമില്ലാത്തവൻ ആ വലിയ തറവാട്ടിൽ നിന്നൊക്കെ പെണ്ണ് കൊടുക്കുമോ എന്ന് കരുതി. അവൻ്റെ വാക്കുകൾ കേട്ടതും നാദിന് ദേഷ്യം വന്നു. അവൻ്റെ അടുത്തേക്ക് പോയി. അവൻ്റെ വരവ് കണ്ട് പേടിച്ചരി നിന്നു. നാദ് വന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു പറഞ്ഞു. ഡാ ഹരി, ഇനി നീ ഇങ്ങനെയുള്ള സംസാരം ഇനി പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അടുത്തു നിന്ന് പച്ചത്തെറി കേൾക്കുന്നീ. അതും പറഞ്ഞ് നാദ് നടന്നു. ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു ദൂരമെത്തിയതും നാദ് അവിടെ നിന്ന് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ നിനക്കെടുക്കാനുള്ളത് എടുത്തോ. നാളെ നമ്മൾ ഇവിടെ നിന്നും പോവാണ്. പിന്നെ ഒരു പെണ്ണിനെ കൂടെ നിർത്താനുള്ളത് വീട് നോക്കിക്കോ. ഇനി ഞങ്ങളെ സ്വപ്നത്തിലെ കട്ടുറുമ്പാവാനേ ഞാൻ സമ്മതിക്കില്ല. ആണോ? ഞാൻ എവിടേക്കും പോവില്ല. നിങ്ങളുടെ കൂടെ കട്ടുറുമ്പായി തന്നെ ഉണ്ടാകും. അതും പറഞ്ഞ് ഹരി അവൻ്റെ തോളിൽ കൈയിട്ട് അവർ അവിടെ നിന്നും പോയി. അവർ ആ വലിയ ഗേറ്റ് കടന്ന് അവരുടെ കാറ് വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നതും അവരെ കാത്തു നിലച്ചു പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എടാ നാഥ്, നിന്നെ കാത്തിരിക്കാനേ ഇവളുണ്ടല്ലേ. നമ്മളെ കാത്തിരിക്കാനും നോക്കിയിരിക്കാനും ആരുമില്ല. ഡാ, നിനക്കുമുണ്ടാകും വൈകാതെ. നമ്മൾ നാട്ടിൽ പോകുന്നത് അതിനു കൂടെയാണ്. എന്തിന്? അതൊക്കെ മോൻ നാട്ടിലെത്തിയിട്ട് അറിഞ്ഞാൽ മതി. ഇപ്പം ഈ തല കുറച്ച് ടെൻഷൻ അടിച്ച് നിൽക്ക്. അല്ലടാ, എന്നാലും അവളാണെന്ന് പോലും ഒരു സൂചന എനിക്ക് തന്നില്ലല്ലോ. പെണ്ണ് നാട്ടിലെത്തിയിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. അല്ല, ഇവരെന്താ കാറിൽ നിന്നും ഇറങ്ങാത്തത്? അതും ചിന്തിച്ച് നിന്നപ്പോഴാണ് അവർ കാറിൽ നിന്നും ഇറങ്ങി. നാദ് അവളുടെ അടുത്തേക്ക് പോയി. അല്ല, നീ എന്താ ഇവിടെ ആരെ സ്വപ്നം കണ്ട് നിൽക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് കൈവീശിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളെയല്ലേ നോക്കുന്നത്. നിങ്ങൾ 2 പേർക്കും എന്തേ അവിടെ പണി? കാറിൽ നിന്നും ഇറങ്ങാതെ. അതിപ്പോൾ നിന്നോട് പറയാൻ പറ്റില്ല എൻ്റെ ശ്രീമോളെ. അതും പറഞ്ഞവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. ഹരി അവൻ്റെ റൂമിലേക്കും ലച്ചുവും നാദും അവരുടെ റൂമിലേക്കും പോയി. എന്നോട് പറയാൻ പറ്റില്ലെങ്കിലേ എന്നെ തൊടാനും വരണ്ട. അതും പറഞ്ഞവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അവൻ്റെ അടുത്ത് നിന്നും പോയി. അവൻ കള്ളച്ചിരിയോട് അവളുടെ പിറകിൽ വന്നു നിന്നു. അവൻ്റെ അനക്കൊന്നും കാണുന്നില്ലെന്ന് അവൻ പോയി എന്ന് കരുതി അവൾ തിരിഞ്ഞതും അവളുടെ പുറകിൽ കൈകെട്ടി നിൽക്കുന്നവനെ കണ്ടതും അവൾ മുഖം പൂഴ്ത്തി. എൻ്റെ പെണ്ണെന്താ വിചാരിച്ചത്? ഞാൻ പോയിട്ടുണ്ടാകുമെന്നല്ലേ?
അതും പറഞ്ഞ് അവർ അവളെ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് ബെഡിലേക്ക് മറിഞ്ഞു. എന്നെ വിട് കണ്ണേട്ടാ, ആ വാതിലടച്ചില്ല, ഹരിയേട്ടൻ ഇങ്ങോട്ട് കയറി വരും. അവൾ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റിയതും എടാ നാഥ്, നമ്മൾ എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്? അതും പറഞ്ഞ് ഹരി റൂമിലേക്ക് കടന്നതും അവളെ കെട്ടിപ്പിടിച്ച് കിടന്ന നാഥിനെയാണ് കണ്ടത്. ഓഹ് സോറി. അതും പറഞ്ഞ് ഹരി വാതിലടച്ച് പുറത്തേക്ക് പോയി. അവൾ അവനെ തള്ളി മാറ്റി ഡോറ് തുറന്ന് പുറത്തേക്കും. എടി പെണ്ണെ, അവിടെ നിൽക്കടി, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അവൾ പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ട് നാണം കൊണ്ട് അവൾ താഴേക്ക് ഓടിപ്പോയി. അവൾ പോയതും ഹരി റൂമിലേക്ക് കടന്ന് അവനെ കണ്ടതും നാഥ അവനോട് പറഞ്ഞു, ഡാ തെണ്ടി, റൂമിലേക്ക് വരുമ്പോൾ ഡോറ് മുട്ടി വരണ്ടേ? ഡാ ഇനിയിപ്പോൾ എന്നെ പറഞ്ഞു പൊട്ടി, നീ ഡോറടക്കാതെയല്ലേ റൊമാൻസിക്കുന്നത്? ആന്നോ? എനിക്കറിയില്ലായിരുന്നു. അല്ല, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? നമ്മൾ ഇന്ന് രാത്രി തന്നെയല്ലേ പോകുന്നതെന്ന് ചോദിക്കാനാണ് മോനെ. ആ, ഇന്ന് തന്നെ നൈറ്റ് 8-ന് ഇറങ്ങും. ഓക്കെ, പോയി റെഡിയായിക്കോ. അവളോട് പറയടാ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അല്ല, അപ്പം നീ അവളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഓക്കെ, ഞാൻ പറയട്ടെ. നീ താഴേക്ക് പോകുന്നുണ്ടെങ്കിലും അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഓക്കെ, ഞാൻ പറയാം. അതും പറഞ്ഞ് ഹരി റൂമിൻ്റെ പുറത്തിറങ്ങി. താഴേക്ക് പോയപ്പോൾ ലച്ചു എന്തോ ആലോചിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് മിണ്ടാതെ പോയി. നീ എന്താ ഈ നേരം സ്വപ്നം കണ്ട് നടക്കുന്നത്? നിനക്ക് സ്വപ്നം കണ്ട് ചിരിക്കാൻ ഇവിടെ ആരും തുണയില്ലാതെ നിൽക്കുന്നുണ്ടോ? അവനത് പറഞ്ഞതും അവൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തിന്? അതെനിക്കറിയില്ല. നിന്നോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതും പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോയി. അവൻ്റെ ചുണ്ടിൽ ചിരി അവൻ അവൾ കാണാതെ മറച്ചു വെച്ചു. അവൾ പേടിച്ച് മുകളിലേക്ക് പോയി ഡോറ് തുറക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു. അവൾ അതിൻ്റെ മുന്നിൽ തന്നെ നിന്നു. നാഥ് റൂമിൻ്റെ ഡോറിൻ്റെ മുന്നിൽ വിരകൾ തമ്മിൽ പിരിച്ചു നിൽക്കുന്നവളെ കണ്ടതും അവൻ അവളെ കൈപിടിച്ച് വലിച്ച് ഡോറ് ക്ലോസ് ചെയ്തു. അവൾ പേടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോയി. അവളെ തലപൊക്കി അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മതിവരുവോളം അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്നു. അവൾ അവനെ മുറുക്കെ പിടിച്ച് മേൽ ചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി നുകർന്നു. രക്തച്ചുവറിഞ്ഞതും അവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. അവൾ തളർന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ പിടിച്ച് ബെഡിലിരുത്തി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിന്ന് നാട്ടിലേക്ക് പോകും. അത് കേട്ടതും അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ പേടി തോന്നി തുടങ്ങി. എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്, എനിക്ക് പേടിയാണ് അവിടെ. ആ പേടി നിനക്ക് വേണ്ട. നിന്റെ വീട്ടിലേക്കല്ല പെണ്ണെ പോകുന്നത്, എൻ്റെ തറവാട്ടിലേക്കാണ്. അവർ കുറേയായി പറയുന്നു നിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ. ഇന്ന് നൈറ്റിൽ പോകും, നിനക്കെടുക്കാനുള്ളത് എടുത്തോ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇന്ദ്ര, നാളെ സദ്യ തന്നെ ഉണ്ടാക്കണം. അവർ നാളെ തന്നെയല്ലേ വരുന്നത്. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒരു കുറവും വരുത്തരുത്. നമ്മുടെ തറവാട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വരുന്നത്. ആദ്യമായിട്ടല്ലല്ലോ, പെൺകുട്ടിയായി ആദിയില്ലേ? എൻ്റെ ഇന്ദ്ര, ഞാൻ അങ്ങനെയല്ല. ചെറുമകൻ്റെ പെണ്ണ് ആദ്യമായിട്ടല്ലേ കയറി വരുന്നത്. ആ അങ്ങനെ. എൻ്റെ അമ്മേ, നിങ്ങൾ അവിടെ ഇരിക്ക്. ഇന്നല്ലല്ലോ അവർ വരുന്നത്, നാളെയല്ലേ. അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം ചെയ്യാം. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഈശ്വരമുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ജാനകി, അവർ നാളെയല്ലേ വരുന്നത്. നീ സമാധാനത്തോടൊന്ന് വന്ന് കിടന്നുറങ്ങ്. ഈശ്വര, എൻ്റെ മക്കളെ ഒരു ആപത്തുമില്ലാതെ എത്തിക്കണേ. അതും പറഞ്ഞ് ജാനകി അമ്മ കിടന്നു. അവർ അവിടെ നിന്നും ഇറങ്ങി എയർപോർട്ടിലെത്തി. നാട്ടിലെത്തിയതും അവർക്ക് ബുക്ക് ചെയ്തിരുന്ന കാറും എത്തി. അവർ 3 പേരും അതിൽ കയറി തറവാട്ടിലേക്ക് തിരിച്ചു. അവർ തറവാട്ടിലെത്താൻ നേരം അവരുടെ കാറിൻ്റെ നേരെ ഒരു ലോറി വന്ന് കാറിനെ തെറിപ്പിച്ചു. നാഥ് കാറിൻ്റെ പുറത്തേക്ക് തെറിച്ചു വീണു. ലച്ചു മറ്റേ സൈഡിലേക്കും ഹരി മുന്നിലേക്കും തെറിച്ചു വീണു. കണ്ണ എന്ന് വിളിച്ച് ജാനകിയമ്മ ഞെട്ടിയണീറ്റു. ജാനകിയമ്മയുടെ നിലവിളി കേട്ട് ഈശ്വരമുത്തശ്ശൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയണീറ്റു. ജാനകി, എടി നീ എന്തിനാ നിലവിളിച്ചത്? എന്താണ് ജാനകി പറ്റിയത്? നീ എന്തിനെങ്ങനെ വിയർക്കുന്നത്? നീ വല്ല സ്വപ്നം കണ്ടോ? എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തു തരുമോ? അപ്പോഴേക്കും പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലെ ബഹളം കേട്ട് ഇന്ദ്രനും ഉണ്ണിയും വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു. അമ്മേ, അച്ഛ, എന്തിനാ നിലവിളിച്ചത്? ഈ കതകൊന്ന് തുറക്കമ്മേ. ദേ, ഇന്ദ്രൻ ആ വാതിൽ മുട്ടുന്നുണ്ട്, ഒന്ന് പോയി തുറന്നു നോക്ക്. മുത്തച്ഛൻ പോയി വാതിൽ തുറന്നതും അവരുടെ റൂമിൻ്റെ മുന്നിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. എന്തിനാ അച്ഛാ അമ്മ നിലവിളിച്ചത്? എന്തു പറ്റി? എന്തിനു വയ്യായിക ഉണ്ടോ? അവർ വേവലാതിയോട് ചോദിച്ചതും അത് പറഞ്ഞ് ഇന്ദ്രനും ഉണ്ണിയും അമ്മയുടെ അടുത്തേക്ക് വന്ന് അവരുടെ ഭാര്യമാരും. എന്തിനാ അമ്മയെ നിലവിളിച്ചത്? ഒന്നുമില്ല മക്കളെ, നിങ്ങൾ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. പിന്നെന്താ അമ്മേ, പറ. അവരെല്ലാവരും ജാനകി അമ്മയോട് ചോദിച്ചു. അതിന്ദ്ര, ഞാനൊരു സ്വപ്നം കണ്ടതാണ്. നമ്മുടെ കണ്ണൻ വണ്ടിയിടിക്കുന്നത്. എൻ്റെ അമ്മ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാണ്.
അമ്മ വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ ഉറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് അവർ അവിടെ ഇരുന്നതും, മക്കളെ, എടാ ഇന്ദ്ര, അവർ അവിടെ നിന്നും ഇറങ്ങിയൊന്ന് ചോദിക്കാമോ? മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. ഒന്നും സംഭവിക്കില്ല അമ്മേ. അമ്മേ, അവർ നാളെ രാത്രി എത്തും. അവരെത്തുമ്പോഴേക്കും വേറെ വല്ല അസുഖം വരുത്തി വെക്കല്ലേ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ വരുന്നത്. എൻ്റെ കുട്ടിയെ കണ്ണു നിറച്ച് കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ. ഈ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും അവസാനം അത് തന്നെ പറയുന്നുള്ളൂ. ഞങ്ങൾ അത്ര പെട്ടെന്ന് അമ്മയെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതും പറഞ്ഞ് ഇന്ദ്രൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. അവൻ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്, അമ്മേ, അമ്മ കിടന്നു. ഇനി വല്ല സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിക്കണ്ട. മുത്തശ്ശിയുടെ ഉറക്കം കളയാനുള്ള ആള് നാളെ എത്തില്ലേ? സൂര്യൻ അങ്ങനെ പറഞ്ഞതും ആദ്യം തൻ്റെ ഏട്ടനെ കണ്ണു മിഴിച്ച് നോക്കി. അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ അവൻ മനസ്സിലായിരുന്നു അവർ വരുന്നത് അവൾ അറിഞ്ഞിട്ടില്ല എന്ന്. അവർ വന്നാൽ പിന്നെ മുത്തശ്ശിക്ക് ഞങ്ങളെ കണ്ണിൽ പിടിക്കില്ലല്ലോ. പോടാ, എനിക്ക് അവനും നിങ്ങളും ഒരുപോലെ തന്നെയാണ്. ഓ ആയിക്കോട്ടെ മുത്തശ്ശി. അവരിങ്ങോട്ടേക്ക് വന്ന അവരുടെ വിവാഹം മംഗളമായി തന്നെ ഈ തറവാട് ക്ഷേത്രത്തിൽ തന്നെ നടത്താം. എൻ്റെ അമ്മേ, അവർ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തിയിട്ട് എന്താ വേണ്ടതെന്ന് അപ്പോൾ തീരുമാനിക്കാം. ഇപ്പം അമ്മ ഉറങ്ങ്. എടി സന്ധ്യ, സുലു, നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ അടുത്ത് കിടന്നു. അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. വേണ്ട മക്കളെ, അവർക്ക് ഭ്രാന്താണ്. മക്കൾ പോയി കിടന്നു. നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. അയ്യോ അമ്മേ, അങ്ങോട്ടേക്ക് ചെന്ന് അവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അമ്മക്കുട്ടി ഇവിടെ കിടന്നു, ഞങ്ങളിവിടെ കിടന്നോളാം. അപ്പം ഞാൻ എവിടെ കിടക്കും മക്കളെ? എൻ്റെ സ്ഥാനം പുറത്തായോ? അത് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛനതേ ഇവിടെ കിടന്നു, ഞങ്ങൾ നിലത്ത് കിടന്നോളാം. അത് വേണ്ട മക്കളെ, ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പൊയ്ക്കോളാം. നിങ്ങൾ രണ്ടുപേരും ബെഡിൽ കയറി കിടന്നു. അതും പറഞ്ഞ് അച്ഛൻ റൂമിൽ നിന്ന് പോയി. സൂര്യൻ അവൻ്റെ റൂമിലേക്ക് കിടക്കാൻ നിന്നതും, സൂര്യേട്ടാ, അവനെ വിളിച്ച് ആദ്യം അവൻ്റെ അടുത്തേക്ക് പോയി. എന്താടി കാന്താരി, എന്താ വിളിച്ചത്? അവൻ മനസ്സിലായിരുന്നു അവൾ എന്താ ചോദിക്കാൻ പോകുന്നത്. അതറിയാത്തതുപോലെ അവൻ അവളോട് ചോദിച്ചു. അത് സൂര്യേട്ടാ, അത് പിന്നെ. അവൾ അവനോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ച് മടിച്ചു നിന്നു. നിനക്കെന്താ പറയാനുള്ളത്? വേഗം പറ പെണ്ണേ, എനിക്ക് കിടക്കണം. അതേട്ടാ, നാളെ വല്യേട്ടൻ വരുന്നുണ്ടോ? അവരുടെ ഏട്ടത്തിയും വരുന്നുണ്ടോ? പിന്നെ ഹരിയേട്ടനും വരുന്നുണ്ടോ എന്നല്ലേ ചോദിക്കാൻ വന്നത്? ആ, വരുന്നുണ്ട്, നാളെ എത്തും. ആന്നോ? അതും പറഞ്ഞവൾ അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും റൂമിലേക്ക് ഓടിപ്പോയി. ഈശ്വര, ഇവളുടെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ സന്തോഷം ഒരിക്കലും നിരാശയിലേക്ക് കൊണ്ടെത്തിക്കരുത്. അതും പറഞ്ഞ് സൂര്യ റൂമിലേക്ക് പോയി. ആദ്യം നേരെ അവളുടെ റൂമിലേക്കാണ് പോയത്. അവളുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് അവൾക്ക് തോന്നിയത്. ഈ സന്തോഷം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും എൻ്റെ ഈശ്വര? നാളെ തന്നെ ഞാൻ ഹരിയേട്ടനോട് എൻ്റെ പ്രണയം പറയും. ഞാനാണ് ഹരിയേട്ടനെ വിളിച്ചിരുന്നതെന്ന് കൂടെ പറയണം. അത് പറഞ്ഞവൾ ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ സന്തോഷം ആരോടെന്ത് പറയുമെന്ന് കൂടെ അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവസാനം അവൾ തലയിണയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. നാളെ സംഭവിക്കാൻ പോകുന്നതറിയാതെ തൻ്റെ പ്രാണനെ സ്വപ്നം കണ്ട് അവൾ മയക്കത്തിലേക്ക് വീണു.